പുതിയൊരു വീക്ക് സ്റ്റാർട്ട് ചെയ്യാണ്. സോ ഇന്ന് നമുക്ക് ബുക്ക് റിവ്യൂ ആണ്. നോർമലി ബി മാജിക്കിൽ കുറച്ച് മുൻപൊക്കെ നമുക്ക് ആഴ്ചയിൽ ഒരു ദിവസം ബുക്ക് റിവ്യൂ ഒക്കെ നടത്തിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഇപ്പൊ നമ്മളത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. ഇന്നിപ്പം നമുക്ക് നൗഫൽ സാറ് ഒരു ബുക്കിനെ കുറിച്ചിട്ടുള്ള റിവ്യൂ ആണ് ഇന്നിവിടെ ഷെയർ ചെയ്യാൻ പോകുന്നത്. ബുക്ക് ഏതാന്നുള്ളത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. വു വിൽ ക്രൈ വെൻ യു ഡൈ, റോബിൻ ശർമ്മയുടെ ബുക്കാണ്. സോ ഇന്ന് ഈ ഒരു ബുക്കിനെ കുറിച്ചിട്ടുള്ള ബുക്ക് റിവ്യൂ ആണ് നമുക്ക് നൗഫൽ സർ ഇവിടെ ഷെയർ ചെയ്യാൻ പോകുന്നത്. സോ ഈ ഒരു ബുക്ക് റിവ്യൂ സ്റ്റാർട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഞാൻ നൗഫൽ സാറിനെ ഇൻവൈറ്റ് ചെയ്യാണ്. സർ പ്ലീസ് വെൽക്കം. താങ്ക് യു മാം. കേൾക്കുന്നുണ്ടോ? യെസ് സർ. മാജിക് മോർണിംഗ് ഓൾ. ഈ ബുക്ക് റിവ്യൂടെ ഞാൻ ഉദ്ദേശിക്കുന്നത് സത്യം പറഞ്ഞാല് നമ്മളെല്ലാവരും രാവിലെ എഴുന്നേൽക്കുന്നു, അതേപോലെ മെഡിറ്റേഷൻ ചെയ്യുന്നു, ഗ്രാറ്റിറ്റ്യൂഡ് ജേണൽ എഴുതുന്നു, പല കാര്യം ഈ ക്ലാസ് കേൾക്കുന്നു, അതേപോലെ ഒരു ഹാബിറ്റാക്കി മാറ്റണം എന്ന റിക്വസ്റ്റോട് കൂടിയിട്ടാണ് ഞാൻ ഈ ഒരു സബ്ജക്റ്റ് തന്നെ തിരഞ്ഞെടുത്തത്. കാരണം ഈ ബുക്ക് വായന ഒരുപാട് ബെനിഫിറ്റ് ഉള്ളതാണ്, എല്ലാവർക്കും അറിയാം. പക്ഷെ എന്നിരുന്നാലും അതിന് സമയം കണ്ടെത്താനും ഒരു തുടങ്ങാനുള്ള ബുദ്ധിമുട്ടായിരിക്കും. എന്നാലും ഒരുപാട് ആളുകൾ ഇതിൽ വായിക്കുന്ന ആളുകളാണെന്ന് അറിയാം. അപ്പോൾ വായനയെ കുറിച്ച് എല്ലാവർക്കും അറിയാം. കുഞ്ഞിന് മാഷ് തന്നെ പ്രസിദ്ധമായിട്ട് ഒരു കോട്ടുണ്ട് അല്ലേ? വായിച്ചാലും വളരും, വായിച്ചില്ലെങ്കിലും വളരും, വായിച്ചാൽ വിളയും, വായിച്ചില്ലെങ്കിൽ വളയും. പക്ഷെ ഇതിലൊന്നും കൊച്ചു കുട്ടികളല്ല, എന്നാലും ഞാൻ പറയുന്നുള്ളൂ. എല്ലാവർക്കും വായിക്കാനും പഠിക്കാനും ഒക്കെ താല്പര്യ ആളുകളാണ് അല്ലേ? അപ്പോൾ ഈ ബുക്ക് തുടങ്ങുന്നതിന് 1-2 കാര്യങ്ങൾ സൂചിപ്പിക്കണം എന്നുള്ളത് തുടക്കത്തിൽ. വായനയുടെ ബെനിഫിറ്റ് ഒക്കെ എല്ലാവർക്കും അറിയാം അല്ലേ? ഇപ്പം നമ്മൾ ഒരു മെഡിറ്റേഷൻ കഴിഞ്ഞിട്ടാണ് ഇരിക്കുന്നത്. ഈ ബുക്ക് വായന എന്ന് പറഞ്ഞാൽ ഒരു മെഡിറ്റേഷനാണ്. അതൊക്കെ കണ്ണടച്ചുകൊണ്ട് നമ്മൾ ഏകാഗ്രതയോട് ചെയ്യുന്നതാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന മെഡിറ്റേഷൻ. പക്ഷേ കണ്ണ് തുറന്നിട്ടുള്ള ഒരു യോഗയാണ് ഈ വായന എന്ന് പറഞ്ഞാൽ. ഏകാഗ്രതയോടുകൂടി ഇതിലുള്ള കാര്യങ്ങൾ ശ്രദ്ധ കേന്ദ്രീകരിച്ച് ഇതിലുള്ള കാര്യങ്ങൾ ഇംപ്ലിമെന്റ് ചെയ്യാനൊക്കെ പറ്റുന്ന ഒരു കാര്യമാണ്. അതേപോലെ തന്നെയാണ് കൂടുതൽ ബുക്ക് വായിക്കുന്നവരുടെ കാര്യം എടുക്കുകയാണെങ്കിൽ വെക്കാബുലറി ഒരുപാട്, അതായത് അവരുടെ സംസാരം എന്ന് പറഞ്ഞാൽ പുഴ പോലെ ഒഴുകുന്ന അത്ര. ഇപ്പോൾ സേഫ് സാറെ നമുക്കറിയാം, അതേപോലെ ജോസഫ് അന്നക്കുട്ടി ജോസ് എന്ന് പറഞ്ഞ ഒരു ചെറുപ്പക്കാരനുണ്ടാവും. അദ്ദേഹത്തിൻ്റെയൊക്കെ ബുക്കുകൾ വരെ വായിച്ച ആളുകളുണ്ടാവും. അപ്പോൾ അത്രയും വിഷയങ്ങളെ കുറിച്ച് നമുക്ക് ഏത് വിഷയങ്ങളെ കുറിച്ചും ആരോടും നമുക്ക് സംസാരിക്കാൻ കഴിയുന്നുള്ളതാണ്. അതേപോലെ മാത്യു എഫക്ട് എന്ന് പറഞ്ഞ സംഭവമുണ്ട്. ചില ആളുകൾക്കൊക്കെ അറിയാൻ മതിയാവും. ബൈബിളിലുള്ള ഒരു വചനമാണ്, ഉള്ളവന് കൂടുതൽ നൽകപ്പെടും, അതേപോലെ ഇല്ലാത്തതിനും നല്ല ഉള്ളത് എടുക്കപ്പെടും എന്നുള്ളത്. അത് സത്യം പറഞ്ഞാൽ ഈ റീഡിങ്ങിൽ കറക്റ്റാണ്. വായിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾക്ക് ജ്ഞാനവും അറിവും ലഭിച്ചുകൊണ്ടേ ഇരിക്കും. പക്ഷെ വായിക്കാത്ത ഒരാളുടെ കാര്യം എടുക്കുകയാണെങ്കിൽ ഉള്ള അറിവും ജ്ഞാനവും എടുക്കപ്പെടും എന്നുള്ളതാണ് സത്യം പറഞ്ഞാൽ ഇതിലുള്ളത്. കാരണം അവർ പഠിച്ച കാര്യങ്ങളൊക്കെ മറന്നു പോകും. അതേപോലെ വായനയോട് വൊക്കാബുലറീസ് കിട്ടൂല, അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ. അപ്പോൾ കൂടുതലൊന്നും അതിലേക്ക് കിടക്കുന്നില്ല. 1-2 കാര്യങ്ങൾ സൂചിപ്പിച്ചിട്ടുള്ളൂ. വായനയോടുള്ള ബെനിഫിറ്റ് ഒരുപാടുണ്ട്. അതന്നെ ഒരു സെക്ഷൻ എടുത്താൽ തീരൂല. അപ്പോൾ അതേപോലെ എന്തെങ്കിലും ടെൻഷനൊക്കെ ഉള്ള സമയത്ത് ഒരു ബുക്ക് വായിച്ചാൽ ഒരുപാട് റിലാക്സ് ആവും, ഒരാളോട് സംസാരിക്കുന്നത് പോലെ. അങ്ങനെയൊക്കെ ഒരുപാട് ബെനിഫിറ്റ് ഉണ്ട്. അപ്പോൾ കാണുന്നുണ്ടോ? ഞാൻ പറഞ്ഞ ഒരു കൊച്ചു പുസ്തകമാണത്. റോബിൻ ശർമ്മ സാറിന്റെ നിങ്ങൾ മരിക്കുമ്പോൾ ആര് കഴിയും, വു വിൽ ക്രൈ വെൻ യു ഡൈ. ചെറിയ കൊച്ചു പുസ്തകം കണ്ടാൽ, പക്ഷേ 101 അധ്യായങ്ങളുണ്ട് ഇതിൽ. ഈ പുസ്തകം അദ്ദേഹം എഴുതിയത് ദ മങ്ക് ഓഫ് സോൾഡിസ് ഫെറാറി എന്നുള്ള ഒരു ബുക്ക്, അദ്ദേഹത്തിന്റെ വേൾഡ് ഫേമസ് ആയിട്ട് ബുക്കാണ്. ലക്ഷക്കണക്കിന് കോപ്പി വിറ്റ് കഴിഞ്ഞ ബുക്കാണ്. ആ ബുക്ക് ഒരുവിധ ആളുകളൊക്കെ വായിച്ചിട്ടുണ്ടാവും. അപ്പൊ അതിൻ്റെ ഫീഡ്ബാക്ക് കിട്ടിയിട്ടും അതിൽ നിന്നും കടഞ്ഞെടുത്ത ഒരു ബുക്കാണെന്ന് പറഞ്ഞത് ഈ ചെറിയൊരു ബുക്ക്. അപ്പം പെട്ടെന്ന് തന്നെ ഇതിലേക്ക് കിടക്കാം. ഹലോ, റെഡി അല്ലേ? ഇതൊരു ക്ലാസ് ആയിട്ട് കാണണ്ട. ഞാൻ സാധാരണ ബുക്ക് വായിക്കും പോലെ ഒന്ന് വായിച്ചു പോകും. ചെറിയൊരു എക്സ്പ്ലനേഷൻ, നിങ്ങൾക്ക് അറിയാലോ എൻ്റെ ഒരു എന്തെങ്കിലും ഡൗട്ടൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ ഇടയിൽ ചോദിക്കാം. ഡൗട്ടും ഉദ്ദേശിച്ച് അങ്ങനെയല്ല, മനസ്സിലാവുന്നില്ലെങ്കിലൊക്കെ ഞാൻ നിർത്തി വായിക്കാം. അപ്പോൾ എനിക്ക് തോന്നുന്നത് 100 ക്ലാസ്സെങ്കിലും വേണ്ടി വരും ഇതിന്. അപ്പോൾ തുടക്കത്തിൽ എത്രത്തോളം അധ്യായം എടുക്കാൻ പറ്റുമോ അത്രത്തോളം ഞാൻ ഓരോ സെക്ഷനിലും എടുക്കാം. ഇതിലാദ്യം തന്നെ പറയുന്നത് പ്രശംസയാണ്. അതായത് നമ്മുടെ എല്ലാം ജീവിതത്തെ മാറ്റിമറിക്കാൻ കെൽപ്പുള്ള സുപ്രധാനമായ ഒരു സന്ദേശം റോബിൻ ശർമ്മയുടെ പക്കലുണ്ട്. സംശുദ്ധമായ ഇക്കാലത്തെ വ്യക്തിപരമായ സഫലീകരണത്തിനുള്ള അസാധാരണമായ ഒരു കൈപുസ്തകമാണ് അദ്ദേഹം എഴുതിയിട്ടുള്ളത്. ഇതിനൊരു ഫീഡ്ബാക്ക് ആയിട്ട് ഒരാൾ പറയുന്നതാണ്, പൗലോ കൊയ്ലോ. അതായത്
ആൽക്കമിസ്റ്റിന്റെ എഴുതി. അങ്ങനെ ഇതിൽ ഒരുപാട് പ്രശംസയാണ് തുടക്കത്തിൽ തന്നെ ഉള്ളത്. അതുപോലെ തന്നെ ഇത് കേൾക്കുന്നവരോടൊന്ന് പറയാനുള്ളത്, ഇതിലുള്ള ഒരുപാട് പോയിന്റുകളുണ്ട്. അപ്പൊ നോട്ട് ചെയ്യാൻ പറ്റുമെങ്കിൽ ഇതൊക്കെ നോട്ട് ചെയ്ത് വെക്കുക. പിന്നെ റോബിൻ ശർമ്മ തുടക്കത്തിൽ പറയുന്ന ഒരു കാര്യമാണ് നമ്മളോട്, അതായത് വായനക്കാരോട് പറയാണ്, നിങ്ങൾക്ക്, എൻ്റെ വായനക്കാരന് ഞാൻ ഈ പുസ്തകം സമർപ്പിക്കുന്നു. ഇതിൻ്റെ താളുകളിൽ കണ്ടെത്തുന്ന ജീവിത പാഠങ്ങൾ നിങ്ങളുടെ കഴിവുകളുടെ പൂർണ്ണത ആവിഷ്കരിക്കുന്നതിന് പ്രയോഗിക്കാൻ സാധിക്കുമ്പോൾ തന്നെ ചുറ്റുമുള്ളവരുടെ ജീവിതത്തിലേക്ക് ഒരു വ്യത്യാസം ഉണ്ടാകാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ. സത്യം പറഞ്ഞാൽ അവസാനത്തെ വരിയാണ് ഈ ബുക്ക് റിവ്യൂ ചെയ്യാൻ തന്നെ എന്നെ പ്രേരിപ്പിച്ചത്. നമ്മൾ വായിച്ച് പഠിക്കുന്നതോടൊപ്പം മറ്റുള്ളവർക്ക് കൂടി ഇത് പറഞ്ഞു കൊടുക്കുക, അല്ലെങ്കിൽ നമ്മൾ ചെയ്ത കാര്യങ്ങൾ മറ്റുള്ളവർക്ക് കൂടി ഉപകാരപ്പെടട്ടെ എന്നുള്ള ഒരു വാക്യാണ് ഇതിൽ പറഞ്ഞത്. പിന്നെ ഇതിൽ നോർമൽ കസിൻസ് എന്ന ഒരാൾ കോട്ടാണുള്ളത്. ഒരു മരണമല്ല ജീവിതത്തിലെ ഏറ്റവും വലിയ ദുരന്തം, മറിച്ച് നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ നമുക്കുള്ളിലുള്ളതിനെ മരിക്കാൻ അനുവദിക്കുകയാണ്. വളരെ അർത്ഥവത്തായ ഒരു വാക്യം അല്ലേ? മരണമല്ല ജീവിതത്തിലെ ഏറ്റവും വലിയ ദുരന്തം എന്നാ പറഞ്ഞത്. നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ നമുക്കുള്ളിലുള്ളതിനെ മരിക്കാൻ അനുവദിക്കലാണ്. അത് ഓരോരുത്തരും അവനവനോട് തന്നെ ചോദിച്ചാൽ മനസ്സിലാവും. അവരവരുടെ കഴിവും കാര്യങ്ങളൊന്നും പുറത്തെടുക്കാതെ, ലക്ഷ്യങ്ങളൊന്നും പിന്നെ കറക്റ്റ് ആവാതെ നമ്മളിങ്ങനെ ഉള്ളിലുള്ളതിനെ മരിക്കാൻ അനുവദിക്കുകയാണ് യഥാർത്ഥ മരണം എന്നാണ് പറയുന്നത്. അതിനോട് ഇതിന്റെ ഉള്ളടക്കം പറയാണ്. ഉള്ളടക്കം കാണുന്നുണ്ടോ അറിയില്ല. ഉള്ളടക്കത്തിൽ 101 അധ്യായത്തിന്റെ പേരുകളാണുള്ളത്. അപ്പോൾ ഇതൊന്ന് പെട്ടെന്നൊന്ന് ഞാൻ ഓടിച്ചു പോവാം. ഒരു 10 അധ്യായത്തിന്റെ പേര് വായിക്കാം. 1, നിങ്ങളുടെ ഉൾവിളി കണ്ടെത്തുക. 2, ഓരോ ദിനവും ഒരു അപരിചിതനോട് കരുണ കാണിക്കുക. 3, നിങ്ങളുടെ കാഴ്ചപ്പാട് പരിപാലിക്കുക. 4, ദൃഢമായ സ്നേഹം പരിശീലിക്കുക. 5, ഒരു ജേണൽ സൂക്ഷിക്കുക. 6, സത്യസന്ധതയുടെ തത്വശാസ്ത്രം വളർത്തിയെടുക്കുക. 7, നിങ്ങളുടെ ഭൂതകാലത്തെ ആദരിക്കുക. 8, നിങ്ങളുടെ ദിവസം നന്നായി തുടങ്ങുക. 9, സുന്ദരമായി നോ എന്ന് പറയാൻ പഠിക്കുക. 10, ആഴ്ചയിൽ ഒരു ദിവസം അവധിയെടുക്കുക എന്ന് തുടങ്ങിയിട്ടുള്ള 101 അധ്യായങ്ങളാണ് ഇതിലുള്ളത്. ഇതിനാമുഖമായിട്ട് പറയുന്ന ഒരു തുടക്കം മാത്രം വായിച്ചുകൊണ്ട് അധ്യായത്തിലേക്ക് കടക്കാം. ഈ പുസ്തകം തിരഞ്ഞെടുത്തതിന് ഞാൻ നിങ്ങളെ ആദരിക്കുന്നു. അങ്ങനെ ചെയ്യുന്നതിലൂടെ നിങ്ങൾ കൂടുതൽ അവധാനത്തോടെ, കൂടുതൽ ആനന്ദത്തോടെ സമ്പൂർണമായി ജീവിക്കാൻ തീരുമാനിക്കുകയാണ് ചെയ്തത്. നിങ്ങൾ നിങ്ങളുടെ ജീവിതം വിധിക്കനുസരിച്ച് എന്നതിന് പകരം നിങ്ങളുടെ തീരുമാനത്തിനനുസരിച്ച് ജീവിക്കാൻ ഉള്ളതുപോലെ എന്നതിന് പകരവും ഒരു പദ്ധതിക്കനുസരിച്ച് ജീവിക്കാൻ തീരുമാനിച്ചിരിക്കുന്നു. അക്കാര്യത്തിൽ ഞാൻ നിങ്ങളെ അഭിനന്ദിക്കുന്നു. ഇതിൽ പറഞ്ഞത് എന്താ വെച്ചാല്, ആമുഖത്തിൽ പറഞ്ഞത് നമ്മള് സാധാ ശൈലിയിൽ പറയണ നമുക്ക് തോന്നിയ പോലെ ജീവിക്കല്ലാതെ നമുക്ക് എന്താണ് ഒരു പദ്ധതിക്കനുസരിച്ച് ജീവിക്കാനാണ് നമ്മൾ ഉദ്ദേശിച്ചത്. അതുകൊണ്ട് നിങ്ങളെ അഭിനന്ദിക്കുന്നു എന്നാണ് പറയുന്നത്. അതായത് ഈ ബുക്ക് വായിക്കാനുള്ള ഒരു കാരണം അത് തന്നെ ആയിരിക്കുമല്ലോ. നമുക്കൊരു ലക്ഷ്യങ്ങളോ കാര്യങ്ങളോ ഒരു റൊട്ടീനോ ഒക്കെ ഉള്ളത് കൊണ്ടാണല്ലോ നമ്മൾ ഈ ബുക്ക് വായന. അപ്പോൾ അതിനെ അഭിനന്ദിച്ചുകൊണ്ട് തുടക്കത്തിൽ ആമുഖമായിട്ട് റോബിൻ ശർമ്മ പറയാണ്, ഇനി വരുന്ന പേജുകളിൽ വാക്കുകൾ ഹൃദയസ്പർശമായും നിങ്ങളെ ഞാൻ ആദരപൂർവ്വം സമർപ്പിക്കുന്നു. അറിവുകളുമായി ബന്ധപ്പെട്ട് മാത്രമല്ല, മറിച്ച് ജീവിതത്തിന്റെ സമസ്ത മേഖലയിലും ശാശ്വതമായ പുരോഗതി സൃഷ്ടിക്കുന്നതിനായി ഇത് എങ്ങനെ ചെയ്യാമെന്ന് അതിയായ പ്രത്യാശയോടെ എഴുതപ്പെട്ടിട്ടുള്ളവയാണ്. നമ്മൾ ആഗ്രഹിക്കുന്ന ജീവിതം കൈവരിക്കുന്നതിന് എന്ത് ചെയ്യണം എന്നറിഞ്ഞാൽ മാത്രം മതിയായില്ല, ആ അറിവ് നമ്മൾ പ്രാവർത്തികമാക്കുകയും വേണം എന്നാണ് ഈ പരീക്ഷണത്തിൽ നിന്ന് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. അപ്പൊ അദ്ദേഹം പറയുന്നത് ഈ ബുക്കിൽ നിന്നും കിട്ടുന്ന പാഠങ്ങൾ നമ്മൾ കേട്ടാൽ മാത്രം പോരാ, അല്ലെങ്കിൽ എഴുതി വെച്ചാൽ മാത്രം പോരാ, ലൈഫിൽ പ്രാവർത്തികമാക്കണം എന്നാണ് പറയുന്നത്. ഇംപ്ലിമെന്റ് ചെയ്യണം എന്നാണ് പറഞ്ഞത്. ബുക്കുകളൊക്കെ ഒരുപാട് വിധമുണ്ടല്ലോ, എല്ലാവർക്കും അറിയാം അല്ലെ? ബുക്ക് ആകെ മുഴുവനായിട്ട് വിഴുങ്ങാൻ പറ്റുന്ന ബുക്കുകളുണ്ട്, ചവച്ചിറക്കാൻ പറ്റുന്ന ബുക്കുകളുണ്ട്, അങ്ങനെ ഒരുപാട് ഗണത്തിൽപ്പെട്ട അതിൽപ്പെട്ട ഒരു ബുക്കാണിത്. ഇതിൽ ലൈഫിൽ വായിച്ചൊരു കഥ പോലെ കേൾക്കേണ്ട ഒരു ബുക്കല്ല. ലൈഫിൽ നമ്മൾ ഇതിൽ പറഞ്ഞ 101 കാര്യങ്ങൾ ഇംപ്ലിമെന്റ് ചെയ്യാം. അപ്പോൾ 100% അല്ല നമ്മൾ വിജയിക്കുക, ഇത് 101% വിജയിക്കാനുള്ള ഒരു ബുക്കാണെന്നാണ് എൻ്റെ അഭിപ്രായം. പിന്നെ ഇതൊരു മലയാളം ബുക്കാണ് ഞാൻ വായിക്കുന്നത്. ഇംഗ്ലീഷ് ബുക്ക് തർജ്ജമ ചെയ്തതാണ്. അപ്പോൾ ഇതിലുള്ള ചിലപ്പോൾ വെക്കാബുലറീസ് കട്ടി വാക്കുകളായിരിക്കും. മലയാളം പെട്ടെന്ന് മനസ്സിലായിക്കണമെന്നില്ല, അങ്ങനത്തതൊക്കെയാണ് നോട്ട് ചെയ്യുക. അപ്പോൾ തുടങ്ങുകയാണല്ലോ, നിങ്ങൾക്ക് സമ്മതത്തോടു കൂടി തുടങ്ങുകയാണ്. എന്തെങ്കിലും തെറ്റുകളൊക്കെ വരികയാണെങ്കിൽ ക്ഷമിക്കുക. അധ്യായം 1, നിങ്ങളുടെ ഉൾവിളി കണ്ടെത്തുക. ഞാൻ ഒരു മുതിർന്ന കുട്ടിയായിക്കൊണ്ടിരിക്കുന്ന സമയത്ത് എൻ്റെ അച്ഛൻ എന്നോട് പറഞ്ഞ ഒരു കാര്യം ഒരിക്കലും ഞാൻ മറക്കില്ല. അച്ഛൻ പറഞ്ഞു,
മോനെ, നീ ജനിച്ചപ്പോൾ നീ കരഞ്ഞു, പക്ഷേ ലോകം ആനന്ദിച്ചു. നീ മരിക്കുമ്പോൾ നീ ആനന്ദിക്കുകയും ലോകം കരയുകയും ചെയ്യാൻ ഇടയായിട്ടുള്ളത് പോലെ ഒരു ജീവിതം നീ ജീവിക്കണം. അല്ലെ, ഒരു മഹത്തായ വാചകം അല്ലെ. ഇതൊക്കെ ഒരുപാട് ആളുകൾ കേട്ടിട്ടുള്ള ഒരു കോട്ടായിരിക്കും. നമ്മൾ ജനിക്കുമ്പോൾ നമ്മളെ ചുറ്റുമുള്ള ആളുകളൊക്കെ വളരെ സന്തോഷിക്കും. നമ്മൾ കരഞ്ഞുകൊണ്ടായിരിക്കും ഈ ലോകത്തേക്ക് വന്നത്. നമ്മൾ തിരിച്ച് ഈ ലോകത്തുനിന്ന് പോകുമ്പോൾ നമ്മൾ പുഞ്ചിരിച്ചുകൊണ്ട് സന്തോഷത്തോടുകൂടി നമുക്ക് പോകാൻ കഴിയുകയും അതുപോലെ നമ്മളെ ചുറ്റിനുമുള്ള ആളുകൾ കരയുകയും വേണം. ചുറ്റിനുള്ള ആളുകൾ എന്ന് ഈ പുസ്തകത്തിൽ ഉദ്ദേശിക്കുന്നത് നമ്മളെ വീട്ടുകാരോ നമ്മളെ തൊട്ട അയൽവക്കത്തുള്ള ആളുകൾ മാത്രമല്ല, ഈ ലോകം മുഴുവൻ കരയുന്ന വിധത്തിൽ നമ്മൾ എന്തെങ്കിലും ഒരു കയ്യൊപ്പ് ഇവിടെ വെച്ചിട്ട് നമുക്ക് ഇവിടുന്ന് പടിയിറങ്ങാൻ കഴിയണം എന്നാണ്. അപ്പോൾ ജീവിതം എന്താണെന്ന് തീർത്തും മറന്നു പോയിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. നമുക്ക് അനായാസമായി ഒരു മനുഷ്യനെ ചന്ദ്രനിലെത്തിക്കാം, എന്നാൽ ഒരു പുതിയ അയൽക്കാരനെ കാണാനായി ഒന്ന് തെരുവ് മുറിച്ചു കടക്കാൻ നമുക്ക് ബുദ്ധിമുട്ടാണ്. അതീവ കൃത്യതയോടെ ലോകത്തിന് കുറുകെ ഒരു മിസൈൽ തൊടുക്കാൻ നമുക്കാകും. എന്നാൽ നമ്മുടെ കുട്ടികളോടൊപ്പം ലൈബ്രറിയിലേക്ക് പോകാമെന്ന് ഏറ്റ ഒരു ദിവസം ഓർത്തു വെക്കാൻ നമുക്ക് പ്രയാസമാണ്. നമുക്ക് ഇമെയിൽ, ഫാക്സ്, നമുക്ക് ഫേസ്ബുക്ക്, അതേപോലെ വാട്സപ്പ്, സ്മാർട്ട് ഫോണുകൾ തുടങ്ങിയവയൊക്കെ ഉണ്ട്. അതുകൊണ്ട് നമുക്കിപ്പോൾ എപ്പോഴും പരസ്പരം ബന്ധപ്പെട്ടിരിക്കാൻ ആകും. എന്നിരുന്നിട്ടും മനുഷ്യരാശിയുടെ ചരിത്രത്തിൽ ഇന്നോളം ഉണ്ടായിട്ടില്ലാത്ത വിധം പരസ്പരം ബന്ധമറ്റ ഒരു സമൂഹമാണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. നമുക്ക് നമ്മുടെ മനുഷ്യത്വവുമായുള്ള ബന്ധം നഷ്ടപ്പെട്ടിരിക്കുന്നു, അല്ലേ? അപ്പൊ ഇതിൽ ഫേസ്ബുക്ക്, വാട്സപ്പ് എന്നുള്ളത് ഞാൻ എടുത്തതാണ്, ബുക്കിലില്ല. അപ്പോൾ ഇത്രയും പിന്നെ ലോകം വികസിച്ചിട്ടും നമ്മളെന്താണ് പിന്നെ ഒരു അടുത്ത സുഹൃത്തിനെ വിളിക്കാനോ അതേപോലെ നമ്മുടെ ബന്ധുക്കളെ വിളിക്കാനോ ഒന്നും നമുക്ക് സമയമില്ലാത്തൊരു കാലമാണ്. അതേപോലെ ലോകത്ത് ഇപ്പോൾ എല്ലാവർക്കും അറിയാലോ, ഇലോൺ മസ്ക് ഒക്കെ ചൊവ്വയിലൊക്കെ താമസം മാറ്റാനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്, സ്പേസ് എക്സ് ഒക്കെ പോലെയുള്ള. അതുപോലെ ലോക സഞ്ചാരിയായ സന്തോഷ് ജോർജ് കുളങ്ങരൊക്കെ പറഞ്ഞിട്ടുണ്ട്, ഇനി പോകാനുള്ള യാത്ര ചെയ്യാനുള്ളത് അവിടേക്ക് മാത്രമാണെന്നുള്ളത്. അപ്പൊ ലോകം അത്രയും വികസിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ടോ നമുക്ക് നമ്മൾ അടുത്തുള്ള പുതിയൊരു അയൽക്കാരനെ പോയി കാണാനോ പരിചയപ്പെടാനോ നമുക്ക് സമയമില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ അതിനൊക്കെ സമയം കണ്ടെത്തുക. അതേപോലെ നമ്മൾ ഏറ്റവും അടുത്ത സുഹൃത്തുക്കളായ ആരെങ്കിലും ഒക്കെ ഒരാളെ ഇന്ന് തന്നെ വിളിക്കാൻ ശ്രമിക്കുക. കസിൻസ് ആയാലോ, പിന്നെ നമ്മുടെ കൂടെ ഒരുപാട് കാലം വർക്ക് ചെയ്ത പിന്നെ സ്റ്റാഫോ അങ്ങനെയുള്ള ആളുകളൊക്കെ ആയിട്ട് ബന്ധം പുതുക്കുക എന്നതാണ് ഇതിൽ ഉദ്ദേശിക്കുന്നത്. നമുക്ക് സമയമില്ല എന്ന് പറഞ്ഞു പോകുന്നത് നമുക്ക് ഒഴിവാക്കാമെന്നുള്ളതാണ് പറഞ്ഞത്. നമുക്ക് നമ്മുടെ ലക്ഷ്യവുമായുള്ള ബന്ധം നഷ്ടപ്പെട്ടിരിക്കുന്നു. ഏറ്റവും സുപ്രധാനമായ കാര്യങ്ങളുടെ കാഴ്ചയും നമുക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നു. അതിനാൽ നിങ്ങൾ ഈ പുസ്തകം വായിക്കാൻ തുടങ്ങുമ്പോൾ ഞാൻ നിങ്ങളോട് ആദരപൂർവ്വം ചോദിക്കുന്നു, നിങ്ങൾ മരിക്കുമ്പോൾ ആര് കരയും? അത് നാം ഓരോരുത്തരും നമ്മളോട് തന്നെ ചോദിക്കേണ്ട ഒരു ചോദ്യമാണ്. അപ്പൊ ആ ചോദ്യം ഒന്ന് എഴുതി വെച്ചാൽ നന്നാവും. എന്നിട്ട് നമ്മൾ അതിനെക്കുറിച്ചൊന്ന് ആലോചിക്കുന്നത് നന്നാവും. ഈ ഗ്രഹത്തിൽ സഞ്ചരിക്കാനുള്ള സൗഭാഗ്യം ലഭിച്ചപ്പോൾ നിങ്ങൾ എത്ര ജീവിതങ്ങളെ സ്പർശിച്ചു? നിങ്ങളെ അനുഗമിക്കുന്ന വരും തലമുറകൾക്കുമേൽ നിങ്ങളുടെ ജീവിതത്തിന് എന്ത് സ്വാധീനം ഉണ്ടാക്കാൻ നിങ്ങൾക്ക് കഴിയും? നിങ്ങൾ നിങ്ങളുടെ അവസാന ശ്വാസവും എടുത്തു കഴിയുമ്പോൾ നിങ്ങൾക്ക് പിന്നിൽ നിങ്ങൾ എന്ത് പൈതൃകമാണ് അവശേഷിപ്പിക്കുക? നിങ്ങൾ ജീവിതത്തിന് മേൽ പ്രവർത്തിച്ചില്ലെങ്കിൽ ജീവിതത്തിന് നിങ്ങളുടെ മേൽ പ്രവർത്തിക്കുന്ന ഒരു ശീലമുണ്ട് എന്നത് ഞാൻ എൻ്റെ ജീവിതത്തിൽ നിന്നും പഠിച്ച പാഠങ്ങളിൽ ഒന്നാണ്. അപ്പോ ഇതിൽ പറയുന്നത്, ഇതിൽ ഒന്ന് രണ്ട് ചോദ്യങ്ങൾ നമ്മൾ ചോദിക്കുന്നുണ്ട്. ആ ചോദ്യം നമ്മൾ നമ്മളോട് തന്നെ ചോദിക്കുക. അതേപോലെ തന്നെ നമ്മൾ ഇവിടുന്ന് ഈ ലോകത്തുനിന്ന് പോകുമ്പോൾ എന്ത് കാര്യം ഇവിടെ വെച്ചിട്ടാണ് പോകുന്നതെന്നാണ് പറഞ്ഞത്. അപ്പൊ നമ്മളെന്താക്കുക, ഇപ്പോ APJ സാറിനൊക്കെ അറിയാം അല്ലെ? APJ സാറൊക്കെ നമ്മൾ ഒരിക്കലും ജീവിതത്തിൽ മറക്കാത്ത ആളാണ്. കാരണം അദ്ദേഹം ഒരുപാട് പുസ്തകങ്ങൾ നമുക്കിവിടെ ഫയർ ഓഫ് വിങ്സ് ഒക്കെ വായിച്ചവർക്ക് അറിയാം. അദ്ദേഹം മരിച്ച് എത്ര നൂറ്റാണ്ടുകൾ കഴിഞ്ഞാലും ആ ബുക്കുകളൊക്കെ ഈ ലോകത്തുണ്ടാവും. അതൊക്കെ വായിച്ചു വളരുന്ന തലമുറ അദ്ദേഹത്തെ എന്നും ഓർക്കും. അദ്ദേഹത്തെ കാണാത്ത തലമുറ വരെ അദ്ദേഹത്തെ ആദരിക്കും. നമ്മളൊക്കെ ഒരുപാട് അദ്ദേഹത്തിന്റെ പിന്നെ ഇൻസ്പിറേഷൻ കോഡ്സും അതേപോലെ സ്പീച്ചൊക്കെ കേട്ട് വളർന്ന ആളുകളാണ്. പിന്നെ അദ്ദേഹത്തിന്റെ പെരുമാറ്റം, ലാളിത്യം ഒക്കെ നമുക്കറിയാം. അപ്പൊ അങ്ങനെയൊക്കെ അതേപോലുള്ള കാര്യങ്ങളൊക്കെ ആവാൻ ശ്രമിക്കുക എന്നതാണ് ഈ കണ്ടുകൊണ്ട് എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയത്. അതേപോലെ നിങ്ങൾ നിങ്ങളുടെ അവസാന ശ്വാസം എടുത്തു കഴിയുമ്പോൾ ജീവിതത്തെ കുറിച്ച് ദിവസങ്ങൾ ആഴ്ചകളിലേക്ക് വൈദ്യുതി വീഴുന്നു, ആഴ്ചകൾ മാസങ്ങളിലേക്കും മാസങ്ങൾ വർഷങ്ങളിലേക്കും വൈദ്യുതി വീഴുന്നു. ഇതൊക്കെയും വൈകാതെ അവസാനിക്കും. ആദ്യം മാത്രം ജീവിച്ച ജീവിതത്തെക്കുറിച്ചുള്ള പശ്ചാത്താപം നിറഞ്ഞ ഹൃദയം മാത്രം നിങ്ങൾക്ക് ബാക്കിയാകും.
മരണക്കിടക്കയിൽ വെച്ച് ജോർജ് ബർണാഡ് ഷായോട് ഒരാൾ ചോദിച്ചു, ഒരിക്കൽ കൂടി നിങ്ങൾക്ക് നിങ്ങളുടെ ഈ ജീവിതം ജീവിക്കാൻ കഴിഞ്ഞാൽ നിങ്ങൾ എന്തു ചെയ്യും? അദ്ദേഹം അല്പനേരം ഒന്ന് ആലോചിച്ചു. എന്നിട്ടൊരു ദീർഘനിശ്വാസത്തോടെ ആ ചോദ്യത്തിന് മറുപടി കൊടുത്തു. ഞാൻ എനിക്ക് ആകാമായിരുന്നതും എന്നാൽ ഒരിക്കലും ആകാതിരുന്നതുമായ വ്യക്തിയാകാൻ ആഗ്രഹിക്കും. അപ്പോൾ ജോർജ് ബർണാഡ് ഷായോട് ഒരാൾ ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞ ഒരു വാക്കാണ് കേട്ടോ ആൻസർ. ഞാൻ എനിക്ക് ആകാമായിരുന്നതും എന്നാൽ ഒരിക്കലും ആകാതിരുന്നതുമായ വ്യക്തിയാകാൻ ആഗ്രഹിക്കുന്നു. അപ്പൊ നമ്മളൊന്നും നമ്മുടെ അവസാന നിമിഷത്തിലല്ല ജീവിക്കുന്നതെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മളും ഈ ചോദ്യം നമ്മളോട് ചോദിച്ചിട്ട് നമ്മുടെ ജീവിതത്തിൽ വരുത്തേണ്ട മാറ്റങ്ങളൊക്കെ വരുത്തുക. ഞാൻ നേരത്തെ തുടക്കത്തിൽ പറഞ്ഞ പോലെ ഒരു ബുക്ക് വായിച്ചാലുള്ള ഒരു ഗുണം ഇതാണ്. നമ്മുടെ ജീവിതത്തിൽ ഓരോ പ്രതിസന്ധി ഘട്ടങ്ങളോ അല്ല അവസാന കാലത്തോ നമ്മൾ സാധാ ഭാഷയിൽ പറയാൻ നമ്മൾ ഖേദിക്കും എന്ന് പറയും. അപ്പോൾ ഒരാളുടെ ഒരു ബുക്ക് വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് ജീവിതത്തിൽ എന്തെങ്കിലും ചേഞ്ച് വരുത്താൻ പറ്റുമോ എന്നുള്ളത് നമുക്ക് എന്താക്കാം, ഈ ബുക്കിലൂടെ നമുക്ക് പഠിക്കാൻ പറ്റും, ഓരോ ബുക്കിലൂടെയും. അങ്ങനെ അദ്ദേഹം അത് പറഞ്ഞിട്ട്, ഇങ്ങനെ ഒരു അവസ്ഥ നിങ്ങൾക്ക് ഒരിക്കലും ഉണ്ടാതിരിക്കാനാണ് ഞാൻ ഈ പുസ്തകം എഴുതുന്നത്. ഒരു പ്രഭാഷകൻ എന്ന നിലക്ക് വടക്കേ അമേരിക്കയിലെ എമ്പാടും മുഖ്യ പ്രഭാഷകനായ വിവിധ സമ്മേളനങ്ങളെ അഭിസംബോധന ചെയ്തുകൊണ്ട് നഗരങ്ങളിൽ നിന്നും ഞാൻ നഗരങ്ങളിലേക്ക് പറന്നുകൊണ്ട് നിരവധി വ്യത്യസ്തരായ ആളുകളോട് ബിസിനസ്സിലെ നേതൃത്വ പാഠത്തെയും ജീവിതത്തെയും കുറിച്ചുള്ള എൻ്റെ ഉൾക്കാഴ്ചകളും പങ്കുവെച്ചുകൊണ്ട് ഞാൻ എൻ്റെ ഔദ്യോഗിക ജീവിതത്തിൽ ഏറിയ പങ്കും ചെലവഴിക്കുന്നു. ഈ ആളുകൾ എല്ലാവരും ജീവിതത്തിന്റെ വിവിധ തുറകളിൽ നിന്നാണ് വരുന്നതെങ്കിലും ഇക്കാര്യങ്ങൾ അവരുടെ ചോദ്യങ്ങളെല്ലാം ഒരു വ്യത്യാസവും അല്ലാതെ ഒരു കാര്യത്തിൽ തന്നെ ശ്രദ്ധിച്ചു. അപ്പൊ എല്ലാവരും ഒരേ ചോദ്യമാണ് അദ്ദേഹത്തോട് ചോദിച്ചതെന്ന് പറയാം. അപ്പൊ ചോദ്യം എന്താണെന്ന് നോക്കാം. എനിക്ക് എങ്ങനെ എൻ്റെ ജീവിതത്തിൽ കൂടുതൽ അർത്ഥം കണ്ടെത്താനാകും? എനിക്ക് എങ്ങനെ എൻ്റെ പ്രവൃത്തികളിലൂടെ ശാശ്വതമായ സംഭാവന ചെയ്യാനാകും? ജീവിതം വളരെ വൈകുന്നതിന് മുമ്പ് ജീവിതയാത്ര ആസ്വദിക്കാൻ കഴിയുന്ന തരത്തിലേക്ക് എനിക്ക് എങ്ങനെ അതിനെ ലളിതമാക്കാൻ കഴിയും? ഈ ചോദ്യങ്ങളൊക്കെ എഴുതി വെച്ചാൽ നന്നാവും. നമ്മളോട് തന്നെ ചോദിക്കാൻ പറ്റിയ ചോദ്യങ്ങളാണ്. എന്നിട്ട് അതിനുള്ള ഉത്തരങ്ങൾ കണ്ടെത്തുമ്പോൾ നമ്മുടെ ജീവിതം മാറി മറിയുന്നതാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ എൻ്റെ ഉത്തരം എപ്പോഴും ഒരേ വഴിക്ക് തന്നെ ആരംഭിക്കും. നിങ്ങളുടെ ഉൾവിളി കണ്ടെത്തുക. ഇതിന് ഉത്തരമായിട്ട് അദ്ദേഹം പറഞ്ഞാൽ എന്താണോ, നിങ്ങളുടെ ഉൾവിളി കണ്ടെത്തുക. ഉചിതമായ ഒരു ഉദ്യമത്തിൽ വ്യാപൃതമാക്കുന്നതിന് വേണ്ടി കാത്തിരിക്കുന്ന സവിശേഷമായ പ്രാവീണ്യങ്ങൾ അല്ലെങ്കിൽ പ്രാഗൽഭ്യങ്ങൾ നമുക്ക് എല്ലാവർക്കും ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നമ്മളെല്ലാവരും ഇവിടെ എത്തിയിരിക്കുന്നത് നമ്മുടെ ഏറ്റവും ഉന്നതമായ മാനുഷിക സാധ്യതകൾ വെളിപ്പെടുത്താനും അതേസമയം തന്നെ നമുക്ക് ചുറ്റുമുള്ളവരുടെ ജീവിതത്തിലേക്ക് മൂല്യങ്ങൾ കൂട്ടിച്ചേർക്കാനും നമ്മളെ അനുവദിക്കുന്ന ചില അനന്യമായ ഉദ്ദേശങ്ങൾക്കും ചില ശ്രേഷ്ഠമായ ലക്ഷ്യങ്ങൾക്കും വേണ്ടിയാണ്. അപ്പൊ നമ്മൾ ഈ ലോകത്ത് വന്ന് എന്തിനാണുള്ള കാര്യങ്ങളാണ് വായിച്ചുകൊണ്ടിരിക്കുന്നത്. നിങ്ങളുടെ ഉൾവിളി കണ്ടെത്തുക എന്നതിന് നിങ്ങൾ ഇപ്പോഴുള്ള ജോലി ഉപേക്ഷിക്കണം എന്ന അർത്ഥമില്ല. മറിച്ച് അതിന് അർത്ഥം നിങ്ങളുടെ ആത്മാംശത്തെ കൂടുതലായി നിങ്ങളുടെ ജോലിയിലേക്ക് കൊണ്ടുവരികയും നിങ്ങൾ ഏറ്റവും നന്നായി ചെയ്യുന്ന കാര്യങ്ങൾ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയും ചെയ്യണം എന്നാണ്. നിങ്ങൾ ആഗ്രഹിക്കുന്ന മാറ്റം മറ്റുള്ളവരിൽ ഉണ്ടാകുന്നതിനായി കാത്തിരിക്കുന്നത് നിർത്തുകയും പകരം നിങ്ങളുടെ ലോകത്ത് നിങ്ങൾ അത്യധികം കാണാൻ ആഗ്രഹിക്കുന്ന മാറ്റം എന്താണോ നിങ്ങൾ അതായി തീരുക എന്ന് മഹാത്മാഗാന്ധി പറഞ്ഞതുപോലെ ആകുക. അങ്ങനെ ആകുന്നതോടെ നിങ്ങളുടെ ജീവിതം പരിവർത്തനപ്പെടും എന്നാണ് പറഞ്ഞത്. ഹലോ, അപ്പോൾ ഈ അധ്യായം ഇവിടെ അവസാനിക്കുന്നുണ്ട് കേട്ടോ. ഈ ഒരു പാരഗ്രാഫ് വായിച്ചപ്പോൾ എനിക്ക് എന്താ മനസ്സിലായെന്ന് തോന്നിയാൽ ഒരു കഥ ഓർമ്മ വന്നത്. ഒരാള് ഒരിക്കലും ലോകം നന്നാക്കാൻ വേണ്ടി ഇറങ്ങി തിരിച്ചു. അങ്ങനെ ഒരുപാട് ശ്രമിച്ചപ്പം ലോകം നന്നാകുന്നില്ല എന്ന് കണ്ടപ്പോൾ അദ്ദേഹം എന്ത് ചെയ്തു? അദ്ദേഹത്തിന്റെ നാട് നന്നാക്കാന്ന് വിചാരിച്ചു. അങ്ങനെ നാട് നന്നാക്കാൻ വേണ്ടി ശ്രമിച്ചപ്പോൾ അത് നടക്കില്ല എന്ന് മനസ്സിലായപ്പോൾ അദ്ദേഹം എന്താ, അദ്ദേഹത്തിന്റെ കുടുംബം നന്നാക്കാന്ന് വിചാരിച്ചു. അങ്ങനെ കുടുംബം നന്നാവില്ല എന്ന് മനസ്സിലായപ്പോൾ അവസാനം അദ്ദേഹം എന്താക്കി, എന്നാൽ സ്വയം ഞാനും നന്നാവാൻ തീരുമാനിച്ചു. അങ്ങനെ അദ്ദേഹം നന്നായി കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന്റെ വീട് നന്നാവുന്നത് കണ്ടു. അപ്പൊ നാട് നന്നാവുന്നത് കണ്ടു, ലോകം കാണാം. അപ്പൊ ഇതിൽ പറഞ്ഞ കാര്യം നമ്മളെന്താ, മറ്റുള്ളവരെ നന്നാവുന്നതും ഈ ലോകം നന്നാവുന്നതും വരെ കാത്തിരിക്കേണ്ട ആവശ്യമില്ല. നമ്മൾ സ്വയം നന്നായാൽ തന്നെ ലോകം നന്നാവുന്നതാണ് മനസ്സിലായത്. അതേപോലെ നിങ്ങൾ ഇപ്പോൾ ചെയ്യുന്ന പ്രവൃത്തിയിൽ അതായത് കംഫർട്ട് സോണിൽ ഇരിക്കാതെ മുന്നോട്ട് പോവുക. അതേപോലെ ചെയ്യുന്നത് കൂടുതൽ ആത്മാർത്ഥതയോടും ഏകാഗ്രതയോടും കൂടി ചെയ്യുക. അപ്പോൾ കൂടുതൽ ഫലങ്ങൾ വരുന്നതാണ്. അപ്പൊ ഞാൻ രണ്ടാമത്തെ അധ്യായത്തിൽ കിടക്കുന്നതിന് മുമ്പ് ഒറ്റ ചോദ്യം ചോദിക്കുകയാണ്. ഈ ഒരു ലെവലിൽ വായിച്ചു പോയിട്ട് മനസ്സിലാവുന്നുണ്ടോ, അല്ലെ എഴുതാൻ പറ്റുന്നുണ്ടോ? ഞാൻ എന്താ ഇത്രയും ചാപ്റ്റർ ഉള്ളതുകൊണ്ടാണ് ഇങ്ങനെ ഓടിപ്പോകുന്നത്. ആരെങ്കിലും ഒരാൾ പറയാൻ പറ്റുമോ? സക്സറായാലും മത്സരമായാലും ഇനി ആർക്കെങ്കിലും മനസ്സിലാകാത്ത ആളുകളാണെങ്കിൽ അവർക്കും പറയാം.
ഞാൻ ഈ രീതിയിൽ വായിച്ച ആളുകളും കേട്ട ആളുകളും ആയതുകൊണ്ട് പെട്ടെന്ന് മനസ്സിലാവും. പുതിയ ആളുകൾ പറയുന്നതായിരിക്കും കുറച്ച് ഓക്കെ, താങ്ക് യു. അപ്പൊ ഇനി രണ്ടാമത്തെ അധ്യായത്തിന് കിടക്കാട്ടോ. രാവിലെ നമ്മൾ ക്ലാസ്സല്ല കേൾക്കുക, സംസാരിക്കാല്ലാത്തോണ്ട് ട്രൈ ആവുന്നത് അതാണ്. അധ്യായം 2, ഓരോ ദിനവും ഒരു അപരിചിതനോട് കരുണ കാണിക്കുക. ആൽഡർ ലെസ്ലി അദ്ദേഹത്തിന്റെ മരണക്കിടക്കയിൽ വെച്ച് താൻ ജീവിതത്തിലാകെ ആർജിച്ച ജ്ഞാനത്തെക്കുറിച്ച് പര്യാലോചിക്കുകയും ലളിതമായ 7 വാക്കുകളെ അത് സംഗ്രഹിക്കുകയും ചെയ്തു. നമുക്ക് പരസ്പരം കരുണ ഉള്ളവരായിരിക്കാം. പലപ്പോഴും നമ്മൾ ചിന്തിക്കുന്നത് സത്യമായും സഫലീകൃതമായ ഒരു ജീവിതം ജീവിക്കുന്നതിന് നമുക്ക് മാസികകളുടെയും വാർത്താപത്രങ്ങളുടെയും മുൻപേജുകൾ ഇടം നേടിത്തരുന്ന ചില ബൃഹത്തായ പ്രവർത്തികൾ അല്ലെങ്കിൽ ഗംഭീരമായ പരാക്രമങ്ങൾ ചെയ്യണം എന്നാണ്. എന്നാൽ ഇത് തീർത്തും തെറ്റായ ധാരണയാണ്. അപ്പോൾ ഇതിൽ എനിക്ക് മനസ്സിലായത് എന്താ വെച്ചാൽ ഇന്നത്തെ കാലഘട്ടത്തിലെ കാര്യങ്ങൾ തന്നെയാണ്. അപ്പോൾ നേരത്തെ പറഞ്ഞല്ലോ, APJ സാറിനെ പോലെയൊക്കെ നമ്മൾ വലിയ ആളുകളാവാൻ വേണ്ടി, അതായത് ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ എന്താ വെച്ചാൽ ഫേമസ് ആയാൽ മതി ആളുകൾക്ക്, അതായത് ക്വാളിറ്റിയോട് കൂടി 4 ആൾ അറിയണം എന്നുള്ള ഭാഗത്തിലല്ല. അപ്പൊ റീൽസോ അതേപോലെ ഓരോ വീഡിയോസൊക്കെ നമുക്ക് കണ്ടാൽ അറിയാം അല്ലേ? അതിലൊക്കെ ലോകം കണ്ടാൽ അറിഞ്ഞാൽ മതി. അത് തിന്മ ആയാലും കുഴപ്പമില്ല, നന്മ ആയാലും കുഴപ്പമില്ല, നമ്മളെ നാട് നമ്മളെ അറിയണം, അല്ലെങ്കിൽ ലോകം നമ്മളെ അറിഞ്ഞാൽ മതി എന്നുള്ള ചിന്താഗതി മാത്രം ഉണ്ടായിട്ട് കാര്യമില്ല. അതേപോലെ അധോലോക രാജാക്കന്മാരൊക്കെ അറിയാം. ഹൗ ടു ഇൻഫ്ലുവൻസ് ആൻഡ് ഇൻഫ്ലുവൻസ് പീപ്പിൾ എന്ന് പറഞ്ഞ പുസ്തകം വായിച്ചപ്പോൾ അതിൽ മനസ്സിലായതാണ്. അധോലോക രാജാക്കന്മാർ എന്ന് തന്നെ പറഞ്ഞപ്പോൾ നമ്മുടെ മനസ്സിൽ ചിലപ്പോൾ 2-3 പേരുകളൊക്കെ വന്നിട്ടുണ്ടാവും. അവരും ലോകം അറിയാൻ ആഗ്രഹിച്ച ആളുകളായിരുന്നു. അങ്ങനെ ലോകം അവരൊക്കെ അറിഞ്ഞു. പക്ഷെ ഏത് രീതിയിൽ അവരെ അറിഞ്ഞത്? നെഗറ്റീവായിട്ടുള്ള രീതിയിൽ അല്ലേ? വലിയ വലിയ ആളുകളൊക്കെ നമുക്കറിയാം. അപ്പൊ ആ രീതിയിൽ പിന്നെ പത്രത്തിന്റെ ഫ്രണ്ട് പേജിൽ മാസികകളുടെ മുന്നിൽ നിന്ന് നമ്മളെ ഫോട്ടോ വരുന്ന രീതിയിൽ വന്നാൽ പോരാ. അപ്പൊ നമ്മൾ തിന്മ ചെയ്താലും ആ പേപ്പറിലൊക്കെ നമുക്ക് ഫോട്ടോ വരും, നമ്മൾ അറിയും. അപ്പൊ ആ രീതിയിൽ ജീവിച്ചാൽ പോരാ എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയത് ഇതിന്. അപ്പോൾ തുടർന്ന് വായിക്കാണ്. ഒരു അർത്ഥപൂർണമായ ജീവിതം സൃഷ്ടിക്കപ്പെടുന്നതിന് മര്യാദയുടെയും കരുണയുടെയും ദൈനംദിന പ്രവൃത്തികളുടെയും ഒരു പരമ്പരയിലൂടെയാണ്. എന്നാൽ ഇതെല്ലാം ചേർന്ന് ഒരു ആയുഷ്കാലം കടന്നു പോകുമ്പോൾ അത് സത്യമായും മഹത്വമായും ഒന്നായിത്തീരും. നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന ഓരോ വ്യക്തിക്കും നിങ്ങളെ പഠിക്കാൻ ഒരു പാഠവും നിങ്ങളോട് പറയാൻ ഒരു കഥയും ഉണ്ടായിരിക്കും. നിങ്ങളുടെ ദിവസങ്ങളെ പണിതെടുക്കുന്ന ഓരോരോ നിമിഷങ്ങളിലും നിങ്ങൾ കടന്നു പോകുന്ന ഓരോ വ്യക്തിയും നിങ്ങളോട് മനുഷ്യത്വത്തെ നിർവചിക്കുന്ന, നിങ്ങളിലെ അനുകമ്പയും ആദരവും അല്പമൊന്ന് പ്രകടിപ്പിക്കാനുള്ള അവസരത്തെ പ്രതിനിധീകരിക്കുന്നവരാണ്. ഞാൻ മുമ്പൊരു ക്ലാസ്സിൽ പറഞ്ഞതുപോലെ തന്നെയാണ്, നമ്മളെ മുന്നിൽ വരുന്ന ആളുകളൊക്കെ ഒരു പാഠപുസ്തകമായിരിക്കും. അതേപോലെ നമ്മൾ നല്ലൊരു ലിസണർ ആയിരിക്കുക, അവരിൽ നിന്നും പലതും പഠിക്കാനുണ്ട്. അതേപോലെ തന്നെ മറ്റൊന്നും ഇപ്പോൾ പറയാനുള്ളത് എന്താ വെച്ചാൽ, മറ്റുള്ളവരെ കേൾക്കുന്നത് കൊണ്ട് അവരെ പരിഗണിക്കുക എന്നുകൂടി നമ്മൾ ചെയ്യുന്നത്. കാരണം കേൾക്കാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് വ്യക്തികൾ ഉണ്ടാവും. അപ്പോൾ മറ്റുള്ളവരെ കേൾക്കാൻ നമ്മൾ സമയം കണ്ടെത്തുക എന്ന് പറഞ്ഞത് അതും ഒരു നല്ല പ്രവൃത്തിയാണെന്നുള്ളത്. അപ്പോൾ അതിലൂടെ നമുക്ക് ഒരുപാട് സ്നേഹവും അനുകമ്പയും പലതും ആ വ്യക്തിയോട് നമുക്ക് കിട്ടുകയും ചെയ്യും. അപ്പൊ തുടർന്ന് വായിക്കാണ്. നിങ്ങളുടെ ഈ ജീവിത ദിവസങ്ങളിൽ നിങ്ങൾ എന്തുകൊണ്ട് നിങ്ങൾ യഥാർത്ഥത്തിൽ ആരാണോ ആ വ്യക്തിയാകാനും നിങ്ങൾക്ക് ചുറ്റുമുള്ള ലോകത്തെ പോഷിപ്പിക്കാനും നിങ്ങൾ ആകുന്നത് ചെയ്യാൻ തുടങ്ങിക്കൂടാ. എൻ്റെ അഭിപ്രായത്തിൽ നിങ്ങൾ ഒരു ദിവസം ഒരു വ്യക്തിയെങ്കിലും പുഞ്ചിരിക്കുന്നുവെങ്കിൽ, അല്ലെങ്കിൽ ഒരു അപരിചിതനെങ്കിലും മനസ്സിനെ പ്രകാശമാനാക്കുന്നുവെങ്കിൽ നിങ്ങളുടെ ആ ദിവസം മൂല്യവത്തായിത്തീരുന്നു. കരുണ വളരെ ലളിതമായി പറഞ്ഞാൽ ഈ ഗ്രഹത്തിനെ നമ്മൾ കൈയടക്കിയിരിക്കുന്ന ഇടത്തിന് നമ്മൾ കൊടുക്കേണ്ട വാടകയാണ്. അപ്പോ എന്ത് നല്ല വാചകല്ലേ. കരുണ എന്ന് പറഞ്ഞാല് നമ്മൾ ഈ പ്രപഞ്ചത്തിൽ താമസിക്കുന്നത് നമ്മൾ കൊടുക്കേണ്ട വാടകയാണെന്നാണ് പറയുന്നത്. നമ്മൾ വീടിലോ ഫ്ലാറ്റിലൊക്കെ താമസിക്കുമ്പോൾ നമുക്ക് അറിയാം നമ്മൾ വാടക കൊടുക്കുന്നത് അല്ലേ. അതുപോലെ തന്നെ ഒരു വാടകയാണെന്നാണ് പറയുന്നത്. മറ്റുള്ളവരോട് പുഞ്ചിരിക്കുക, അല്ലെ മറ്റുള്ളവരെ പുഞ്ചിരിപ്പിക്കാൻ നമ്മൾ അവസരങ്ങൾ കൊടുക്കുക, അതേപോലെ അവരോടൊക്കെ കരുണ കാണിക്കുക. അത് നമ്മൾ ചെയ്യുമ്പോൾ എന്ത് ഓർക്കുക, ഒരാൾക്ക് ഒരു ക്യൂവിൽ നിൽക്കുമ്പോൾ ഒരാൾക്ക് ഒരു ടിക്കറ്റ് എടുക്കുക കൊടുക്കാനോ, അല്ലെങ്കിൽ ഒരാൾ ബസ്സിലിരിക്കുമ്പോൾ എഴുന്നേറ്റ് കൊടുക്കാനോ നമുക്ക് സാധിച്ചു കഴിഞ്ഞാൽ അത് നമ്മളെന്താക്കുക, ഒരു വാടക ഇനത്തിൽ കണക്കാക്കിയാൽ നമുക്ക് എന്താ വലിയ ബുദ്ധിമുട്ടുണ്ടാവില്ല. ആ ഒരു മനുഷ്യത്വപരമായിട്ടുള്ള ഒരു പിന്നെ കാര്യം കൂടിയാണെന്ന് ഓർമ്മിക്കുകയാണ്. അങ്ങനെ അപരിചിതരോട് അനുകമ്പ കാണിക്കുന്ന രീതിയിൽ കൂടുതൽ സർഗാത്മകമാകട്ടെ. നിങ്ങളുടെ പുറകിലുള്ള കാറിലെ ആളുകൾക്ക് വേണ്ടി ടോൾ കൊടുക്കുക. നിങ്ങളെക്കാൾ സീറ്റ് ആവശ്യമുള്ള ആളുകൾക്ക് തീവണ്ടിയിലോ ബസ്സിലോ നിങ്ങൾ സീറ്റ് നൽകാൻ
തയ്യാറാകുക. മറ്റൊരാളെ കാണുമ്പോൾ ആദ്യം നിങ്ങൾ ഹലോ പറയുക തുടങ്ങിയ ഈ തുടക്കത്തിന് പറ്റിയ ഏറ്റവും നല്ല ഇടങ്ങളാണ്. നേരത്തെ പോലെ തന്നെ ചെറിയ ചെറിയ കാര്യങ്ങൾ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യാം. കുറച്ച് കാര്യങ്ങൾ ഫീഡ്ബാക്ക് പോലെ അദ്ദേഹത്തിന്റെ വേറെ ബുക്കിനെ കുറിച്ചൊക്കെ പറയുന്നുണ്ട്, അതൊക്കെ സ്കിപ്പ് ചെയ്യാണ്. അതുപോലെ അടുത്ത അധ്യായമാണ് ദൃഢമായ സ്നേഹം പരിശീലിക്കുക. ദൃഢമായ സ്നേഹം പരിശീലിക്കുക. ആത്മശിക്ഷണമാണ് അത്യന്തം വിജയകരവും അർത്ഥപൂർണവുമായ ഒരു ജീവിതത്തിന്റെ സുവർണ സൂത്രം. നിങ്ങൾ ചെയ്യേണ്ട കാര്യമാണെന്ന് നിങ്ങൾ നിങ്ങളുടെ ഹൃദയം കൊണ്ട് അറിയുന്നതും എന്നാൽ ഒരിക്കലും നിങ്ങൾക്ക് ചെയ്യാൻ തോന്നാത്തതുമായ എല്ലാ കാര്യങ്ങളും ചെയ്യാൻ ശിക്ഷണം അഥവാ അച്ചടക്കം നിങ്ങൾക്ക് കഴിവ് നൽകുന്നു. ആത്മശിക്ഷണം ഇല്ലാതെ നിങ്ങൾ വ്യക്തമായ ലക്ഷ്യങ്ങൾ നിർണ്ണയിക്കില്ല. നിങ്ങളുടെ സമയം ഫലപ്രദമായി കൈകാര്യം ചെയ്യില്ല. ആളുകളോട് നന്നായി പെരുമാറില്ല. കഠിന കാലങ്ങളിൽ അടിപതറാതെ പിടിച്ചു നിൽക്കാനാവില്ല. നിങ്ങളുടെ ആരോഗ്യം സംരക്ഷിക്കാനോ ധനാത്മകമായ അതായത് പോസിറ്റീവായ ചിന്തകൾ പുറത്താനോ കഴിയില്ല. അപ്പൊ ദൃഢമായ സ്നേഹം എന്ന് പറഞ്ഞാൽ അദ്ദേഹം പറയുന്നത് ആത്മശിക്ഷണമാണ്. എനിക്ക് തോന്നുന്നു ഈ കമ്മ്യൂണിറ്റിയിലുള്ള ആളുകളൊക്കെ ആത്മശിക്ഷണം നടത്തുന്നവരാണെന്ന് എനിക്കറിയാം. കാരണം എന്താ വെച്ചാൽ അതിനുള്ള ഏറ്റവും ഉദാഹരണമാണ് ഇതിന്റെ മുന്നിൽ നിൽക്കുന്ന നിങ്ങളൊക്കെ. നമുക്ക് എല്ലാവർക്കും ഒരു 7 മണി വരെ ഉറങ്ങാനുള്ള നല്ല ആഗ്രഹം ഉണ്ടാവും. പക്ഷെ നമ്മൾ ആ ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ് ആ സമയത്ത് മെഡിറ്റേഷൻ ചെയ്തത്, ഈ സമയത്ത് ക്ലാസ് കേൾക്കുന്നതൊക്കെ നമുക്കൊരു പ്രചോദനം കിട്ടാനും ഒരു സെൽഫ് ചേഞ്ചിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ അതുകൊണ്ട് എന്താവുക, പിന്നെ എല്ലാവരും ആത്മനിയന്ത്രണമുള്ള ആളുകളാണെന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അപ്പം ബാക്കിയായി പറയാണ്, ആത്മശിക്ഷണത്തെ ഞാൻ ദൃഢമായ സ്നേഹം എന്ന് വിളിക്കുന്നു. കാരണം അവനവനോട് കാർക്കശ്യം പുലർത്തുക എന്നത് തീർച്ചയായും അത്യന്തം സ്നേഹമുള്ള ഒരു പെരുമാറ്റമാണ്. സ്വയം കാർക്കശ്യം പുലർത്തുന്നതിലൂടെ ഒരു അരുവിലൂടെ വെള്ളത്തിൽ പൊങ്ങിക്കിടന്ന് ഒരു ഇല ആ അരുവിലേക്ക് ഏതെങ്കിലും ഒരു ദിവസത്തെ അനുസരണമായി ഒഴുകുന്നത് പോലെ ജീവിതത്തോട് ലളിതമായി പ്രതികരിക്കുക മാത്രം ചെയ്യാതെ നിങ്ങൾ നിങ്ങളുടേതായ വ്യവസ്ഥകളിൽ നിന്നും നിങ്ങളുടെ ജീവിതം കൂടുതൽ അവധാനപൂർവ്വം ജീവിക്കാൻ ആരംഭിക്കും എന്ന് ഞാൻ എൻ്റെ സെമിനാറുകൾ പഠിപ്പിക്കുന്നു. അതായത് നമ്മൾ ഒഴുകാതെ, അതായത് ഒരു ഇല ഇട്ടാല് ഇല ഒഴുക്കിനെതിരെ നീന്തൂലല്ലോ. അപ്പൊ നമ്മളെന്താക്കുക, നമ്മൾ ലക്ഷ്യങ്ങൾക്ക് വേണ്ടി ഒഴുക്കിനെതിരെ നീന്താൻ വരും. പക്ഷെ ഏറ്റവും എളുപ്പം ഒഴുക്കിലൂടെ നമുക്ക് ഒഴുകി പോകാനായിരിക്കും. അപ്പോൾ ഒഴുക്കിനെതിരെ നീന്താനാണ് ഇതിൽ പറയുന്നത്. ഈ ബുക്ക് സംഭവം പെട്ടെന്ന് വായിച്ചു പോയാൽ പെട്ടെന്ന് കഴിയുന്നുള്ളൂ. ഞാൻ ചില ആളുകൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ എക്സ്പാൻഷൻ ചെയ്യുന്നത്. അപ്പൊ അതിൻ്റെതായ സമയം എടുക്കും. അതിപ്പോൾ ചിലപ്പോൾ 2 ചാപ്റ്റർ എടുക്കാൻ പറ്റുള്ളൂ. അപ്പൊ അതിന് വേറെ സെക്ഷൻ കിട്ടുകയാണെങ്കിൽ ബാക്കിയുള്ള ചാപ്റ്ററുകളായിട്ട് എടുത്തു പോവാം. അല്ലാതെ ഇതിങ്ങനെ വായിച്ചുകൊണ്ട് പോയാൽ പെട്ടെന്ന് മനസ്സിലായിക്കോണമെന്നില്ല. വായിച്ചവർക്ക് മനസ്സിലാവും. നിങ്ങൾ നിങ്ങളോട് എത്രമാത്രം കാർക്കശ്യം പുലർത്തുന്നോ അത്രമാത്രം ജീവിതം നിങ്ങളോട് വിട്ടുവീഴ്ച കാണിക്കും. അപ്പൊ നമ്മൾ എന്താണ് നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ തന്നെ ശ്രദ്ധിക്കുക. നിങ്ങളുടെ കരിയർ തിരഞ്ഞെടുക്കുന്നത് മുതൽ നിങ്ങൾക്ക് വായിക്കാനുള്ള പുസ്തകങ്ങൾ തേടിപ്പോകൽ, ഓരോ ദിവസവും രാവിലെ നിങ്ങൾ എഴുന്നേൽക്കുന്ന സമയം, നിങ്ങളുടെ ദിവസത്തിന്റെ ഓരോരോ വേളയിലും നിങ്ങൾ പുലർത്തുന്ന ചിന്തകൾ വരെയുള്ള എല്ലാ കാര്യങ്ങളിലും നിങ്ങൾ തിരഞ്ഞെടുപ്പുകളുടെയും തീരുമാനങ്ങളുടെയും ഗുണനിലവാരമാണ് അത്യന്തികമായി നിങ്ങളുടെ ജീവിത നിലവാരങ്ങൾ സൃഷ്ടിക്കുന്നത്. അപ്പോൾ നമ്മളെ ജീവിത നിലവാരം സൃഷ്ടിക്കുന്നത് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെയാണ്. നമ്മൾ ബുക്ക് വായിക്കുന്നത്, മെഡിറ്റേഷൻ ചെയ്യുന്നത്, രാവിലെ ചെയ്യുന്ന നല്ല നല്ല കാര്യങ്ങളൊക്കെയാണെന്നാണ് പറയുന്നത്. എളുപ്പമുള്ള കാര്യങ്ങളെക്കാൾ നിങ്ങൾക്ക് ശരിയാണെന്ന് അറിയാവുന്ന കാര്യങ്ങൾ തിരഞ്ഞെടുത്തുകൊണ്ട് സ്ഥിരമായി നിങ്ങളുടെ ഇച്ഛാശക്തി പ്രകടിപ്പിക്കുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിന്റെ നിയന്ത്രണം തിരികെ പിടിക്കുന്നു. കാര്യക്ഷമരായ സന്തുഷ്ടരായ വ്യക്തികൾ അവർക്ക് ഏറ്റവും സുഖപ്രദവുമായ കാര്യങ്ങൾ ചെയ്യുന്നതിനായല്ല തങ്ങളുടെ സമയം ചെലവഴിക്കുന്നത്. അവർക്ക് അവരുടെ ഹൃദയത്തിന്റെ വാക്കുകൾ ചെവി കൊടുക്കാനും വിവേകപൂർവ്വം കാര്യങ്ങൾ ചെയ്യാനുള്ള ധൈര്യമുണ്ട്. ഈ ശീലമാണ് അവരെ ശ്രേഷ്ഠരാക്കുന്നത്. അപ്പോൾ ലീഡർഷിപ്പ് ക്വാളിറ്റിയിലെ ആളുകൾ, വലിയ ആളുകളൊക്കെ അവർക്ക് ചെയ്യാൻ ഇഷ്ടപ്പെടാത്ത കാര്യങ്ങളാണ് ചെയ്യുന്നതെന്ന് പറഞ്ഞു. അപ്പൊ നമുക്ക് ചിലപ്പോൾ നമുക്ക് ഇഷ്ടപ്പെടാൻ നമ്മുടെ മനസ്സിന് ഇഷ്ടപ്പെടാൻ പറ്റാത്ത കാര്യങ്ങളായിരിക്കും നമ്മൾ ചെയ്യുന്നത് അല്ലേ. രാവിലെ അത്ര നേരത്തെ എഴുന്നേൽക്കുന്നു, കുളിക്കുന്നു, അതൊന്നും നമ്മുടെ മനസ്സിന് ഇഷ്ടമല്ല. മനസ്സിന് നല്ല തണുപ്പിൽ പുതച്ചു മൂടി ഉറങ്ങാനായിരിക്കും ഇഷ്ടം. അപ്പോൾ വലിയ വലിയ ആളുകൾക്ക് അവർക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങളും ചെയ്തിട്ടാണ് വലിയ വലിയ നിലയിലെത്തിയെന്ന് പറഞ്ഞാൽ നമുക്ക് അറിയാം. വി എസ് ആറൊക്കെ ഇപ്പോഴും രാവിലെ ഈ ആരോഗ്യം വെച്ച് 100 വയസ്സോളം 101 വയസ്സോളം ഇപ്പോഴും നടക്കാനൊക്കെ ഇറങ്ങുന്നത് എന്തുകൊണ്ടാണ്? ആ ഒരു നമ്മളോട് തന്നെ നമ്മളെ ലക്ഷ്യങ്ങളോടും നമ്മളെ ആരോഗ്യത്തോടൊക്കെ കാണിക്കുന്ന ആ ഒരു ഇതാണ്. എന്നാലേ നമ്മൾ എന്താവുള്ളൂ, ഇതുപോലുള്ള കാര്യങ്ങൾ ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യം നമ്മൾ എന്താക്കുക, കൂടുതൽ ചെയ്യാൻ ശ്രമിക്കുക. തുടർന്ന് വായിക്കാട്ടോ. പരാജിതർ ചെയ്യാൻ ഇഷ്ടപ്പെടാത്ത കാര്യങ്ങൾ ചെയ്യുന്ന ഒരു ശീലം വിജയികളായ വ്യക്തികൾക്കുണ്ട്.
അത് നമ്മളൊക്കെ ഇത് ചെയ്യും, പിന്നെ മടി കൊണ്ട് അവസാനിക്കുകയാണ്, അതുകൊണ്ടാണ് നമ്മൾ തോൽക്കുന്നതെന്ന് തോന്നുന്നു എന്ന് എഴുത്തുകാരനും ചിന്തകനുമായ MA ഗ്രേ അഭിപ്രായപ്പെടുന്നു. അവർക്കും ഈ കാര്യങ്ങൾ ചെയ്യുന്നത് ഇഷ്ടമായിരിക്കണം എന്നില്ല, എന്നാൽ അവരുടെ അനിഷ്ടങ്ങൾ അവരുടെ ലക്ഷ്യത്തിന്റെ ശക്തിക്ക് കീഴ്പ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. 19-ാം നൂറ്റാണ്ടിൽ ഇംഗ്ലീഷ് എഴുത്തുകാരനായ തോമസ് ഹെൻറി സമാനമായ ഒരു നിഗമനത്തിൽ എത്തിച്ചേർന്നിരിക്കുന്നു. അദ്ദേഹം അത് ഇങ്ങനെ രേഖപ്പെടുത്തിയിരിക്കുന്നു: നിങ്ങൾ ചെയ്യേണ്ടതായിട്ടുള്ള കാര്യം നിങ്ങൾ അത് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിലും ഇല്ലെങ്കിലും ചെയ്യേണ്ട സമയത്ത് തന്നെ ചെയ്യുന്നതിന് നിങ്ങളെ പാകപ്പെടുത്താനുള്ള ശേഷിയാണ് ഒരുപക്ഷെ എല്ലാ വിദ്യാഭ്യാസങ്ങളുടെയും ഏറ്റവും മൂല്യവത്തായ ഫലം. നമുക്ക് ചെയ്യാൻ ഇഷ്ടപ്പെടാത്ത കാര്യമാണെങ്കിലും ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന കാര്യങ്ങളും അത് ചെയ്താൽ ഗുണമുണ്ട്, അല്ലെങ്കിൽ നമ്മൾ ലക്ഷ്യങ്ങളിലേക്ക് എത്തുന്നുണ്ടെങ്കിൽ നമ്മൾ തീർച്ചയായും അത് ചെയ്യണം എന്നാണ് പറയുന്നത്. ഇഷ്ടപ്പെടാത്ത കാര്യമാണെങ്കിൽ ഇതിലൊരു കാര്യം കൂടി ഞാൻ കൂട്ടിച്ചേർക്കുകയാണ്. ഈ ചെയ്യുന്ന കാര്യങ്ങൾ നമ്മൾ എന്താക്കുക, കൺസിസ്റ്റന്റ് ആയിട്ട് ചെയ്യുകയും ചെയ്യുക, എന്നാലേ നമുക്ക് ആ റിസൾട്ട് കിട്ടുള്ളൂ. അരിസ്റ്റോട്ടിൽ ആകട്ടെ ഈ അറിവിനെ മറ്റൊരു തരത്തിലാണ് അവതരിപ്പിക്കുന്നത്. നമ്മൾ എന്താണോ ചെയ്യാൻ പഠിക്കുന്നത് അത് നമ്മൾ പഠിക്കുന്നത് അക്കാര്യം യഥാർത്ഥത്തിൽ ചെയ്തുകൊണ്ടാണ്. ഉദാഹരണത്തിന്, ആളുകൾ കെട്ടിടം നിർമ്മിച്ചുകൊണ്ട് കെട്ടിട നിർമ്മാതാക്കളാവുന്നത്, അതുപോലെ നീതിപൂർവമായ പ്രവൃത്തികൾ ചെയ്തുകൊണ്ട് നമ്മൾ നീതിമാന്മാരായിത്തീരുന്നു. ആത്മനിയന്ത്രണത്തോട് പ്രവൃത്തികൾ ചെയ്ത് നമ്മൾ ആത്മനിയന്ത്രണമുള്ളവരാകുന്നു. ധീരമായ പ്രവൃത്തികൾ ചെയ്തുകൊണ്ട് ധീരന്മാരാകുന്നു. അപ്പോൾ നമ്മൾ ഓരോ കാര്യങ്ങളും ചെയ്തുകൊണ്ടാണ് പഠിക്കുന്നത്. അപ്പോൾ വണ്ടി ഓടിക്കാനൊക്കെ നമ്മൾ എന്താണ്, വണ്ടി ഓടിച്ചാണ് പഠിക്കുന്നത്, ഒരു പുസ്തകത്തിൽ വായിച്ചിട്ടല്ല. അതേപോലെ ഇതിൽ പറയുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കുക, ഇംപ്ലിമെന്റ് ചെയ്യുക. സത്യസന്ധതയെ കുറിച്ച് നമ്മൾ വായിച്ചിട്ട് കാര്യമില്ല, സത്യസന്ധരാകാൻ പറ്റിയ കാര്യങ്ങളൊക്കെ ചെയ്ത് മുന്നോട്ട് പോകുക. അപ്പൊ നമ്മൾ സത്യസന്ധരാകും. 5-ാമത്തെ ചാപ്റ്ററിലേക്ക് കിടക്കുകയാണ്. സമയം കഴിയാനായി. ഏതായാലും ഈ ചാപ്റ്ററും കൂടി വായിച്ചിട്ട് നമുക്ക് ഇവിടെ വൈൻഡപ്പ് ചെയ്യാം. ഞാൻ 10 എണ്ണം ഉദ്ദേശിച്ചിരുന്നു. അപ്പൊ 5-ാമത്തേത് ഒരു ജേണൽ സൂക്ഷിക്കുക. ദൈനംദിന കുറിപ്പുകൾക്കായി ഒരു പുസ്തകം, ഒരു ജേണൽ സൂക്ഷിക്കുക എന്നത് വ്യക്തിപരമായ വളർച്ചയ്ക്കായി നിങ്ങൾ സ്വീകരിക്കാവുന്ന ഏറ്റവും മികച്ച കാര്യങ്ങളിൽ ഒന്നാണ്. കടന്നു പോകുന്ന ഓരോ ദിവസത്തെയും അനുഭവങ്ങളെക്കുറിച്ചും അവയിൽ നിന്ന് നിങ്ങൾ പഠിച്ച പാഠങ്ങളെക്കുറിച്ചും എഴുതി സ്വീകരിക്കുന്നത് നിങ്ങളെ ഒരു വിവേകിയും ഒരു ജ്ഞാനിയുമായി തീർക്കും. നിങ്ങൾ ആത്മബോധം വികസിപ്പിക്കുകയും തെറ്റുകൾ കുറിച്ച് മാത്രം വരുത്തുകയും ചെയ്യും. ഇത്തരത്തിൽ ഒരു ജേണൽ സൂക്ഷിക്കുന്നത് നിങ്ങളുടെ ലക്ഷ്യങ്ങളിൽ വ്യക്തത കൊണ്ടുവരാൻ നിങ്ങളെ സഹായിക്കും. അതിലൂടെ യഥാർത്ഥ പ്രാധാന്യമുള്ള കാര്യങ്ങൾ തന്നെ നിങ്ങളുടെ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയും ചെയ്യും. അപ്പൊ ഇതിൽ നമ്മൾ മുമ്പൊക്കെ പറഞ്ഞ കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നാലേ അപ്പൊ നമുക്കിത് കേൾക്കുമ്പോൾ ഒരു സന്തോഷം ഉണ്ടാവൂലേ. അതുപോലെ തന്നെ ഈ 101 കാര്യങ്ങൾ, പല കാര്യങ്ങൾ നമ്മൾ ചെയ്യാത്തതാണ്. അപ്പൊ അത് ചെയ്യാൻ നമുക്ക് പ്രചോദനമാവും. അപ്പൊ ജേണൽ എഴുതുന്ന ആളുകളായിരിക്കും പലരും, ഗ്രാറ്റിറ്റ്യൂഡ് ജേണലൊക്കെ. അപ്പോൾ നമ്മളെ കാര്യങ്ങളൊക്കെ ജേണൽ എഴുതുന്ന പോലെ ഇതിൽ പറഞ്ഞ കാര്യങ്ങൾ ഞാൻ വിശദീകരിക്കേണ്ടില്ല, എല്ലാവർക്കും മനസ്സിലായെന്ന് തോന്നുന്നു. അതുപോലെ തന്നെ ഇത്തരത്തിൽ ഒരു ബുക്കിൽ ദൈനംദിന അനുഭവങ്ങളും പാഠങ്ങളും എഴുതി സൂക്ഷിക്കാൻ നിങ്ങൾക്ക് പതിവായി നിങ്ങളോട് തന്നെ നമ്മോട് തന്നെ സംസാരിക്കാൻ നടത്തുന്നതിനുള്ള അവസരം ലഭ്യമാക്കുകയും ചെയ്യും. ഈ പ്രവൃത്തി അഗാധമായ ചിന്തയെന്ന് ഭയങ്കരയായി തീരുന്ന ഒരു ലോകത്തിൽ നിങ്ങളെ അഗാധമായി ചിന്തിക്കാൻ നിർബന്ധിക്കും. അത് നിങ്ങളെ ഒരു സുവ്യക്തിയുള്ള ചിന്തകനാക്കുകയും കൂടുതൽ ഉദ്ദേശമായ പരിജ്ഞാനത്തോടെ ജീവിക്കാൻ സഹായിക്കുകയും ചെയ്യും. അതുകൂടാതെ ഇത് നിങ്ങൾക്ക് പ്രധാനപ്പെട്ട വിഷയങ്ങളിലുള്ള നിങ്ങളുടെ ഉൾക്കാഴ്ചകൾ രേഖപ്പെടുത്തുന്നതിനും നിങ്ങളുടെ കാര്യത്തിൽ പ്രാവർത്തികമായ പ്രധാന വിജയതന്ത്രങ്ങൾ കുറിച്ചു വെക്കുന്നതിനും ഒരു ഉന്നത ഗുണനിലവാരമുള്ള ഔദ്യോഗിക വ്യക്തിഗത ആത്മീയ ജീവിതം കൈവരിക്കുന്നതിനും പ്രധാനപ്പെട്ടവയെന്ന് നിങ്ങൾ അറിയാവുന്ന കാര്യങ്ങളായും സമർപ്പിക്കുന്നതിനും ഈ കേന്ദ്ര സ്ഥാനം ലഭ്യമാക്കുകയും ചെയ്യുന്നു. അതായത് എഴുതി വെക്കുന്നതോടെ നമ്മൾ നാളേക്ക് ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഓർമ്മ ഉണ്ടാവും. നമ്മൾ അതേപോലെ ഓർമ്മ ഉള്ള കാര്യങ്ങളൊക്കെ എഴുതി വെക്കുക. ഉച്ചോത്സവ് ചിറ്റിലപ്പള്ളി എന്ന് പറഞ്ഞ ആളെ അറിയുമെന്ന് അറിയില്ല, വീഗാർഡിന്റെ കോണറായിട്ടുള്ള അദ്ദേഹത്തിന്റെ ഒരു ഇന്റർവ്യൂലൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ കയ്യിൽ ചെറിയൊരു പോക്കറ്റ് ബുക്കും അതേപോലെ പെന്നൊക്കെ ഉണ്ടാവാറുണ്ട്. അപ്പോൾ കാര്യങ്ങളൊക്കെ എഴുതി വെച്ചാൽ പിന്നീട് ഓർത്ത് വെക്കുക, നമ്മളെ അവസരങ്ങൾ വരുമ്പോൾ ഉപയോഗിക്കാൻ പറ്റും. അതുപോലെ തന്നെ ഇതിലുള്ള കാര്യങ്ങൾ സമയം അതിക്രമിച്ചുകൊണ്ട് ഞാനിത് ഈ ചാപ്റ്റർ 1 വായിച്ചു പോവാണ്. ഒരു ജേണൽ എന്നത് ഒരു ഡയറി അല്ല. ഡയറി നിങ്ങൾ ദൈനംദിന സംഭവങ്ങൾ രേഖപ്പെടുത്തുന്ന ഇടമാണ്. അതേസമയം ഒരു ജേണൽ എന്നത് ഇവയെ വിശകലനം ചെയ്യുകയും വിലയിരുത്തുകയും ചെയ്യുന്ന ഇടമാണ്. ഒരു ജേണൽ സൂക്ഷിക്കുന്നത് നിങ്ങൾ എന്തു ചെയ്തു, എന്തുകൊണ്ട് ചെയ്തു, നിങ്ങൾ ചെയ്ത കാര്യങ്ങളിൽ നിന്നെല്ലാം നിങ്ങൾ എന്തു പഠിച്ചു തുടങ്ങിയ കാര്യങ്ങൾ പര്യാലോചിക്കാൻ നിങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നു. കൂടാതെ ഒരു ജേണൽ എഴുതുന്നത് നിങ്ങളുടെ ഭാവിയിലെ മഹനീയമായ വിജയത്തിനു വേണ്ടി ഭൂതകാലം പഠിക്കാനും അതിൽ നിന്നും ശക്തി പരമാവധി പ്രയോജനപ്പെടുത്താനുമുള്ള ഒരു വേദി നൽകിക്കൊണ്ട് വ്യക്തിപരമായ വളർച്ചകൾ പ്രോത്സാഹിപ്പിക്കാനും ചെയ്യുന്നു. ഒരു ദിവസം 15 മിനിറ്റ് എന്ന കുറഞ്ഞ സമയം പോലും ഒരു സ്വകാര്യ ജേണൽ എഴുതുന്നതിലൂടെ നിങ്ങളുടെ ആരോഗ്യം, രോഗപ്രതിരോധ ശേഷി,
നാഡീവ്യൂഹത്തിന്റെ പ്രവർത്തനങ്ങൾ, നിങ്ങളുടെ ആകെ കൂടിയുള്ള മനോഭാവം എന്നിവയെല്ലാം മെച്ചപ്പെടുത്താൻ കഴിയുമെന്ന് വൈദ്യശാസ്ത്ര ഗവേഷണങ്ങൾ പോലും കണ്ടെത്തിയിരിക്കുന്നു. ഓർക്കുക, നിങ്ങളുടെ ജീവിതം ചിന്തായോഗ്യമായതാണെങ്കിൽ അത് ലിഖിത യോഗ്യമുള്ളതാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഈ അധ്യായം ഇവിടെ അവസാനിക്കുകയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞത് എഴുത്ത് മാനസികമായും ആരോഗ്യപരമായിട്ടും നല്ലതാണ്. അത് ഓർക്കുക. അതേപോലെ എഴുതി വെച്ചാൽ ഒരു ജേണലാണ് എഴുതാൻ പറയുന്നത്, ഒരു ഡയറി അല്ല. അത് പുതുതായി വന്നവർക്ക് അറിയോ എന്നറിയില്ല, ഇതിലുള്ള ആളുകൾക്കൊക്കെ അറിയുന്ന കാരണമാണ് ജേണൽ. അപ്പം നമ്മൾ ഈ ജേണലിൽ എഴുതുന്നത് കൊണ്ട് ഒരുപാട് ബെനിഫിറ്റുകൾ ഉണ്ട്. നമ്മൾ ലക്ഷ്യങ്ങൾ സ്ഥിരമായി എഴുതുമ്പോൾ അതിനുള്ള അവസരങ്ങൾ പ്രപഞ്ചത്തിൽ തരും. അതിനുള്ള അവസരങ്ങൾ നമുക്ക് കണ്ടെത്താൻ പറ്റും. ഒരുപാട് കാര്യങ്ങൾ ഓർത്തെടുക്കാൻ പറ്റും. അപ്പോൾ ഞാൻ ഇന്നിപ്പോൾ 5 ചാപ്റ്റർ മാത്രമേ എടുത്തിട്ടുള്ളൂ. 101 ചാപ്റ്റർ ഉണ്ട്. അപ്പോൾ മാഡം, ഹലോ, കേൾക്കുന്നുണ്ടോ? ഹലോ, യെസ് സർ. ഞാനിപ്പോൾ വൈൻഡപ്പ് ചെയ്യാണ്. ഞാനൊരു 10 ചാപ്റ്റർ എങ്കിലും പെട്ടെന്ന് വായിച്ചു പോകണമെന്നുണ്ടായിരുന്നു. കാരണം ഇതിന്റെ രക്തം ചുരുക്കം മാത്രം എടുത്തു പറഞ്ഞാൽ ഇത് കഴിയില്ല. ചെറിയൊരു എക്സ്പ്ലനേഷൻ കൊടുക്കാൻ ഇത് മനസ്സിലാവില്ല. അതുകൊണ്ടാണ് സമയം എടുത്തത്. അപ്പോൾ ഫീഡ്ബാക്കിലേക്ക് കിടക്കാം. ഞാൻ അതുപോലെ ഒരു ജേണൽ എഴുതാൻ പറ്റിയ ഒരു പുസ്തകം പരിചയപ്പെടുത്തി തരാം. അപ്പോൾ മാഡത്തിന് കൈമാറുകയാണ്. താങ്ക് യു ഓൾ. ഇതുവരെ കേട്ടതിന് നന്ദി. ഓക്കെ, താങ്ക് യു നൗഫൽ സർ, താങ്ക് യു സോ മച്ച്. അപ്പം ഒരുപാട് ദിവസങ്ങൾക്ക് ശേഷം അല്ലെ, അങ്ങനെ തന്നെ പറയാം, കാരണം കുറെ ആയി നമ്മൾ ബുക്ക് റിവ്യൂ ഒക്കെ നടത്തിയിട്ട്. അപ്പം അങ്ങനെ കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ഇന്ന് നമ്മൾ ബുക്ക് റിവ്യൂ നടത്തിയിട്ടുണ്ട്. സോ നിങ്ങളുടെ ഒരു ഫീഡ്ബാക്കിന് വേണ്ടിയിട്ടാണ് വെയിറ്റ് ചെയ്യുന്നത്. റസാഖ് സർ. മാജിക് മണി, ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടോ? യെസ് സർ. എല്ലാവരും ഒന്ന് ക്യാമറ ഓൺ ആക്കിയാണ്. എന്താ നമ്മളിങ്ങനെ വർഗിക്കൊണ്ടാണ്. എല്ലാവരും ഒന്ന് ക്യാമറ ഓൺ ആക്കിയാണ്. ഒരു ആൾക്ക്, ഒരു മനുഷ്യന് പഠിക്കണം എന്ന് തോന്നിയാല്, ചിന്തിച്ചാല് അയാൾക്ക് പഠിക്കാനുള്ള എളുപ്പവിദ്യ എന്താണെന്ന് ആർക്കെങ്കിലും അറിയോ? പെട്ടെന്ന് പഠിയുന്നൊരു വിദ്യ. നമുക്കൊരു കാര്യം പഠിക്കണം. ആ പഠിക്കണമെങ്കിൽ എനിക്ക് പെട്ടെന്ന് അത് പഠിയാനുള്ളൊരു ഒരു സൂത്രവാക്യം ഉണ്ട്. എന്താണ്? ആർക്കെങ്കിലും അറിയോ? കണ്ടുപഠിക്കുന്നതാണ്. പഠിക്കാന് വേറെന്തെങ്കിലും മാർഗം ഉണ്ടോ? ഒരു സൂത്രവാക്യം പെട്ടെന്ന് പഠിയും. കാഴ്ചയിലൂടെ മനസ്സിലാക്കുന്നത്. മാർഗം വേറെ ആരെങ്കിലും പഠിപ്പിക്കുക. കറക്റ്റാണ്. അതാണ് ഇപ്പൊ നൗഫൽ സാർ ചെയ്യുന്നത്. നമുക്ക് പെട്ടെന്ന് പഠിയാനുള്ള ഒരു സൂത്രവാക്യാണ് മറ്റൊരാളെ പഠിപ്പിക്കുക. നമ്മൾ മറ്റൊരാളെ പഠിപ്പിക്കുമ്പോൾ നമ്മൾ സ്വയം പഠിക്കും. വളരെ സിമ്പിൾ പണിയാണ്. എന്തായാലും നമുക്ക് ഈ പുസ്തകം വായന നൗഫൽ സാർ ചെയ്ത് ശരിയാട്ടോ. കുറച്ച് വായിക്കുക, അത് വിശദീകരിക്കുക, അങ്ങനെയാണ് ചെയ്യേണ്ടത്. എന്നാലും ഇത് എല്ലാവർക്കും മനസ്സിലാകുള്ളൂ. ഈ പുസ്തകം ചില്ലറ പുസ്തകം എന്നല്ല കേട്ടോ. അത് കുറച്ച് വായിച്ചു പോകുമ്പോൾ കുറെ കാര്യങ്ങൾ പഠിയാനുണ്ട് ഇതില്. ഒന്നാമത് ഇതിലൊരു ചോദ്യം, ആ പുസ്തകത്തിന്റെ ചോദ്യം നിങ്ങൾ ശ്രദ്ധിച്ച, നമ്മൾ മരിക്കുമ്പോ ആരാണ് കരയുക എന്നാണ്. കരയുക എന്ന് പറഞ്ഞാല് എന്റെ അച്ഛൻ പോയോ എന്ന് പറഞ്ഞാൽ ആ കരച്ചിലല്ല ഇവിടെ ഉദ്ദേശിച്ചത്. എന്താ അയ്യോ അയാള് പോയോ എന്ന് പറഞ്ഞിട്ടൊരു കരച്ചിലുണ്ടല്ലോ, ആ കരച്ചിലാണ് ഉദ്ദേശിച്ചത്. കാരണം അതിനു വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം? ജനങ്ങൾക്ക് സേവനം ചെയ്യണം, ജനങ്ങൾക്ക് നല്ലത് ചെയ്തു കൊടുക്കണം എന്നാണ് അവിടെ പറഞ്ഞത്. നമ്മളെ സ്വയം ഉയർച്ചയ്ക്ക് വേണ്ടി എന്തെല്ലാം ചെയ്യണം എന്നുള്ള വിശദീകരിച്ച് പറഞ്ഞിട്ടുണ്ട്. വായിച്ചവർക്ക് ഇത് പെട്ടെന്ന് മനസ്സിലാകും. ഇല്ലെങ്കിൽ ആ നൗഫൽ സാറിന്റെ വിശദീകരണം ഒന്നുകൂടി ആ റെക്കോർഡൊക്കെ വരുമ്പോൾ ഒന്ന് ശ്രദ്ധിച്ച് കേട്ടാൽ മതി എന്തൊക്കെ ചെയ്യണം എന്നുള്ളത്. അപ്പൊ നല്ല രീതിയിൽ അത് പ്രസന്റ് ചെയ്തു നൗഫൽ സാറെ. ഇതേപോലെ തന്നെ തുടർന്നും ഈ പുസ്തകം ഫുള്ള് വായിക്കാൻ സാധിക്കട്ടെ. ഇങ്ങനെ 4 ആള് ഒന്ന് മെനക്കെട്ടിറങ്ങിയാൽ നമ്മളെ ഡിമാജിക്കൽ പിന്നെ എന്ത് വേണ്ട, ട്രെയിനർമാരെ ആവശ്യം ഉണ്ടാവില്ല. ഇല്ലേ സിന്ധു മാം? താങ്ക് യു നൗഫൽ സാർ, വളരെയധികം നന്ദി. ഓക്കെ, താങ്ക് യു റസാഖ് സർ, താങ്ക് യു സോ മച്ച്. ഓക്കെ, സിന്ധു മാം. മാജിക് മോർണിംഗ് കേൾക്കുന്നുണ്ടോ മോളെ? യെസ്. എന്തായാലും എന്റെ വായനയുടെ ഗുരു ഇപ്പൊ നൗഫലാണ്. കാരണം ദിവസേന 2 പേജെങ്കിലും ഞാൻ നിത്യം വായിക്കുന്നുണ്ട്.
അത് 100 രൂപ കൊടുക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാട്ടാ. തമാശ പറഞ്ഞതാണ്. എന്തായാലും നമുക്കൊരു കമാൻഡർ ഉണ്ടാവുക പറഞ്ഞത് എപ്പോഴും നല്ലതാണ് അല്ലെ. നമ്മളെ വേക്കുന്ന ഒരാൾ സപ്പോർട്ട് ചെയ്യാറുണ്ട്. അത് ഞാൻ ഇടുമ്പോ നൗഫൽ അത് നോക്കിയിട്ട് എനിക്കൊരു അപ്രിസിയേഷൻ തരുമ്പോ അതൊക്കെ എന്ന് പറഞ്ഞാൽ നമുക്ക് ചെയ്യാനുള്ള ഒരു പ്രചോദനം കൂടിയാണ്. അപ്പൊ നിത്യേന എന്തായാലും 2 പേജ് വായിക്കാൻ എനിക്ക് കഴിയുന്നുണ്ട്, ഞാൻ അതിന് ശ്രമിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പൊ ഇന്നത്തെ ബുക്ക് റിവ്യൂ നന്നായിട്ടുണ്ട്. നമ്മൾ ബുക്ക് വായിക്കുന്നതിലൂടെ നമുക്ക് ഒരുപാട് അറിവുകൾ കിട്ടും. പിന്നെ ഇപ്പൊ റസാഖ് സാർ പറഞ്ഞ പോലെ നമുക്ക് വേഗം പഠിക്കാൻ പറ്റുന്ന ഒരു കാര്യം നമ്മൾ മറ്റുള്ളവർക്ക് പഠിച്ചെടുക്കാൻ തന്നെയാണ്. അതിലൂടെ നമുക്ക് പെട്ടെന്ന് നമ്മളെ കാര്യങ്ങൾ മനസ്സിലാക്കി എടുക്കാൻ പറ്റും. നല്ലൊരു ബുക്ക് റിവ്യൂ ആയിരുന്നു. എന്തായാലും തുടർന്ന് ഇനിയും ഇത് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട് നൗഫലിന്റെ അടുത്ത് നിന്ന്. ഓക്കെ, താങ്ക് യു നൗഫൽ, താങ്ക് യു മുഫീദ, താങ്ക് യു ഓൾ, താങ്ക് യു. താങ്ക് യു സിന്ധു മാം, താങ്ക് യു സോ മച്ച്. രഞ്ജിത്ത് സർ. ഞാൻ നൗഫൽ സാർ ഒരു ജേർണൽ റൈറ്റിംഗിൻ്റെ ഒരു ബുക്കിൻ്റെ കാര്യം പറഞ്ഞു. അത് ഏതായിരുന്നു ആ ബുക്കിൻ്റെ? അതൊന്ന് പറയാനിട്ടില്ല തോന്നുന്നു. നൗഫൽ സർ മ്യൂട്ടാണ്. ബി മാജിക്കിൽ ഉണ്ട് ആ ബുക്ക്. മുഫിദ മാമുമായിട്ട് ബന്ധപ്പെട്ടാൽ മതി. നല്ലൊരു ഉദാഹരണത്തിന് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഡെയിലി പ്ലാനർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബുക്കാണ്. ഞാൻ അത് ഓൺലൈനിൽ നിന്ന് വാങ്ങിയതാണ്. ഇതിൽ പറയുന്നത് നമ്മൾ ബുക്കിൽ എഴുതുമ്പോൾ പ്ലെയിൻ ആയിട്ടായിരിക്കും ഉണ്ടാവുക. അപ്പൊ നമുക്ക് തോന്നുന്ന ഭാഗത്ത് എഴുതേണ്ടി വരും. ഇതാകുമ്പോൾ ഒരു ഓർഡറിലാണ്. ആദ്യം തന്നെ ഉള്ളത് ഐ ആം ഗ്രേറ്റ്ഫുൾ ഫോർ എന്നാണ്. അപ്പൊ ഇവിടെ ഗ്രാറ്റിറ്റ്യൂഡ് എഴുതുക, അഫർമേഷൻ ഗോൾസ്, ഗുഡ് ഹാബിറ്റ് അഡാപ്റ്റ്, ബാഡ് ഹാബിറ്റ് ബിലീവ് എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ലീവ് എന്ന് പറഞ്ഞിട്ടൊക്കെ കൊടുത്തിട്ടുണ്ട്. ടു ഡു ലിസ്റ്റിന്റെ ബേസ് അങ്ങനത്തെ ഒരു ബുക്ക് വേണം. ഓക്കെ, താങ്ക് യു. ഓക്കെ, പറഞ്ഞോളൂ. ആരാരെങ്കിലും? ഓക്കെ, താങ്ക് യു രഞ്ജിത്ത് സർ. ഇനി വെൽക്കം. ഫീഡ്ബാക്ക് പറയും. പെട്ടെന്ന് പറയാട്ടോ, 2 മിനിറ്റും കൂടെ ഉണ്ട്. മാജിക് മോർണിംഗ് മണി സർ, മാജിക് മോർണിംഗ്. സാർ നല്ലൊരു ക്ലാസ് ആയിരുന്നു. നല്ല വിശദീകരണം, കറക്റ്റ് ആയിട്ട് വിശദീകരിച്ചിട്ട് ഓരോ വാക്കുകളും അതിന്റെ അർത്ഥങ്ങൾ ശരിയായി നമ്മളിലേക്ക് എത്തിക്കാൻ പറ്റിയ വിധത്തിലുള്ള ഒരു വിശദീകരണമാണുള്ളത്. അത് ഇത്രയും നല്ലൊരു ബുക്ക്, നല്ലൊരു റൈറ്റർ അത് നമ്മളിലേക്ക് പ്രസന്റ് ചെയ്ത് ഒരു 5 പോയിന്റ് ആണെങ്കിലും അത് വ്യക്തമായിട്ട് നമ്മളിലേക്ക് എത്തി എന്നുള്ളതാണ്. അതായത് നമ്മൾ ഉൾവിളിയായാലും ശരി, നമ്മൾ മറ്റുള്ളവർ കരുണ കാണിക്കലായാലും ശരി, നമ്മൾ നല്ല ദൃഢമായ സ്നേഹമുള്ള ഒരാള്, നല്ല ഡിസിപ്ലിൻ ഉണ്ടാകുക, അങ്ങനെയുള്ള കാര്യങ്ങൾ വളരെ അക്കമിട്ട് എഴുതിയ പോലെ തന്നെ നിങ്ങൾ മനസ്സിൽ പതിയേണ്ട വിധത്തിൽ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. അത് ആ ഒരു സൂചന നമുക്ക് കിട്ടിയത് വെച്ചിട്ട് നമുക്ക് ബാക്കിയുള്ള ഭാഗങ്ങളോ അല്ലെങ്കിൽ മറ്റു പുസ്തകങ്ങളോ വായിച്ചിട്ട് ഈ ഇതിനോട് കാരണം ഒരു പോയിന്റ് ഉണ്ടെങ്കിൽ അത് എങ്ങനെ വിശദീകരിക്കും എന്നുള്ളത് കറക്റ്റായിട്ട് തന്നെ പറഞ്ഞു തന്നിട്ടുണ്ട്. ഇപ്പൊ ജേണൽ എഴുതുന്നുണ്ട് വെച്ചാൽ ജേണൽ എഴുതിയ ഗുണം എങ്ങനെയാണെന്നുള്ള ഒരു വാക്കിൽ പറയാതെ ഒരു 4-5 വാക്കുകളിൽ നിങ്ങൾ എഴുതിയാൽ നമ്മൾ സമഗ്രമായ പുരോഗതിയും മറ്റുള്ളവർക്കുള്ള ഗുണങ്ങളും ഒക്കെ മാറ്റും. അപ്പൊ ജീവിതത്തിൽ നമുക്ക് വളരെ മാറ്റങ്ങൾ വരുവാനും നമ്മളെ പുരോഗതിയിലേക്ക് നയിക്കാൻ പറ്റുന്ന ഒരു ബുക്കാണ് ഇത്. അത് കറക്റ്റായിട്ട് അതിൻ്റെ ആശയങ്ങൾ വ്യക്തമാക്കി തന്നതിന് വളരെയധികം നന്ദിയുണ്ട്. നല്ലൊരു പ്രസന്റേഷൻ ആയിരുന്നു. കാരണം ഈ ഇത്രയും ഒരു 5 പോയിന്റ് ആണെങ്കിലും അത് ശരിക്കും പറഞ്ഞ ഒരു ക്ലാസ്സിന്റെ ഒരു കണ്ടന്റ് തന്നെയാണ് ഉള്ളത്. ഇനിയും കൂടുതൽ പോയിന്റുകൾ ഉണ്ടെങ്കിലും അത് എങ്ങനെ നമുക്ക് വായിച്ചെടുക്കാം, അല്ലെങ്കിൽ ആ വായനയിൽ നമ്മൾ എങ്ങനെയൊക്കെ അർത്ഥം കണ്ടെത്താനുണ്ട്, ഏതൊക്കെ രീതിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകണം എന്നുള്ളത് സാറിൻ്റെ ആ പ്രഭാഷണം അല്ല ഈ വായനയിൽ കൂടിയും അത് വിശദീകരിച്ചതിൽ കൂടിയും മനസ്സിലായിട്ടുണ്ട്. താങ്ക് യു വെരി മച്ച്. നല്ലതായിരുന്നു. ഓക്കെ, താങ്ക് യു മണി സർ, താങ്ക് യു സോ മച്ച്. ഇനി ആരെങ്കിലും ഉണ്ടോ ലാസ്റ്റ് ആയിട്ട്? മാജിക് മോർണിംഗ് നൗഫൽ സാർ. സാർ മുമ്പ് ഇവിടെ ബിമാജിക്കിൽ ബുക്ക് റിവ്യൂ ഉണ്ടായിരുന്നു എന്ന് കേട്ടിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇതുവരെ അങ്ങനെ ഒരു ക്ലാസ് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ വളരെ നന്നായിട്ട് തന്നെ സാർ അത് എടുത്തു തന്നു. നല്ലോണം മനസ്സിലായി. ബുക്ക് വായിക്കുന്നതിനേക്കാൾ ഉപരി ഇത് പറഞ്ഞു തരുമ്പോൾ പെട്ടെന്ന് നമുക്ക് ഒരു വായനയിലേക്ക് പോകാനായിട്ട് തോന്നുന്നുണ്ട്. ആ ബുക്ക് വായിക്കണമെന്ന് ഒരു ഈ ബുക്ക് വായിക്കണം എന്നുള്ള ഒരു തോന്നൽ നമ്മളിലേക്ക് തന്നെ എത്തിച്ചു എന്നുള്ളതാണ്. എന്തായിരുന്നാലും ഒരു നല്ലൊരു സെക്ഷൻ ആയിരുന്നു സാർ. ഇനി ഇത് മുടക്കരുതെന്നുള്ള ഒരു റിക്വസ്റ്റ് കൂടി ഉണ്ട്. താങ്ക് യു സാർ. നല്ല ക്ലാസ്. താങ്ക് യു സാർ. താങ്ക് യു മാം.
താങ്ക് യു ഷൈനി മാം, താങ്ക് യു സോ മച്ച്. ഓക്കെ, അപ്പം ഇന്ന് നമുക്ക് വൈൻഡപ്പ് ചെയ്യാം അല്ലേ? ഒറ്റ കാര്യം കൂടി പറഞ്ഞ് അവസാനിപ്പിച്ചോട്ടെ. നമ്മൾ ജീവിതത്തിൽ തുടക്കത്തിൽ പറയാൻ ഉദ്ദേശിച്ച കാരണം നമ്മൾ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും വായിച്ചിരിക്കേണ്ട ഒരു പുസ്തകമാണ് ഈ പുസ്തകം. അതേപോലെ ഈ റൈറ്റർ ഒരു ബുക്ക് കൂടിയിട്ടുണ്ട്, ദ മങ്ക് ഓഫ് സോൾഡ് ഈസ് ഫെറാറി. ഈ രണ്ട് പുസ്തകം ജീവിതത്തിൽ ഒരിക്കലെങ്കിലും വായിച്ചിരിക്കേണ്ടതാണ്. അത് ഈ ബുക്ക് റിവ്യൂ കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഇടയ്ക്കിടയ്ക്ക് ജീവിതത്തിൽ വായിക്കേണ്ട ഒരു പുസ്തകമാണ്. താങ്ക് യു ഓൾ. താങ്ക് യു. ഓക്കെ, അപ്പം ഇന്നത്തെ ഒരു ബുക്ക് റിവ്യൂ നിങ്ങളെ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള നൗഫൽ സാറിനും നിങ്ങൾക്ക് വേണ്ടിയിട്ട് നല്ല രീതിയിൽ എന്നെ പ്രസന്റ് ചെയ്തിട്ടുള്ളതും സാറും നല്ല രീതിയിൽ തന്നെ പ്രസന്റ് ചെയ്തിട്ടുണ്ട്. സോ നൗഫൽ സാറിനും ഇതിൽ പങ്കെടുത്ത എല്ലാവർക്കും, എല്ലാ ബി മാജിക് മെമ്പേഴ്സിനും താങ്ക് യു ഓൾ. താങ്ക് യു സോ മച്ച്. ഹാവ് എ നൈസ് ഡേ. ബൈ ഓൾ. താങ്ക് യു. Thank you all. Thank you. Thank you all. Thank you very much. Thank you.